അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ നടുവിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശങ്ങൾക്ക് ഞാൻ സർവകൃപാലുവായി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും അതുപോലെ കർത്താവിന്റെ വേല നിൽക്കുന്ന കർത്താദാസന്മാർ, എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ, അതുപോലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ബീനാൻഡി, അതുപോലെ കുടുംബം, സ്തോത്രം, എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു, സ്തോത്രം. തൊണ്ടയ്ക്ക് അല്പമായ പ്രയാസമുണ്ട്. ഒത്തിരി പണിപ്പെട്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു ശബ്ദം മടക്കി കിട്ടിയേക്കുന്നത്. അന്നേരം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കണ്ടിന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ചിലെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊണ്ട ശബ്ദം മുഴുവൻ പോയി, കാറ്റ് മാത്രമായിരുന്നു. സ്തോത്രം. ഇന്ന് കർത്താവ് തന്ന ആശ്വാസത്തിനായി, വിടുതലിനായി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയമായിട്ട് നമ്മോട് സംസാരിക്കും. അങ്ങനെ വിശ്വാസമുള്ളവരുണ്ടോ? ഉറപ്പുള്ളവരുണ്ടോ ഇന്ന് രാത്രിയിൽ? സ്തോത്രം. വളരെ ശ്രദ്ധയോടായിരുന്നാട്ടെ. നമ്മൾ വേഗത്തിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാമത്തെ അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം, അതിന്റെ 4-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തങ്ങൾ 15:4. എടുത്തോ? എല്ലാവരും എടുത്തോ? വചനം തുറന്നോ നിങ്ങൾ എല്ലാവരും? എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞു അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. സ്തോത്രം. നെറ്റിന്റെ ഇഷ്യൂ ഒത്തിരി ഉണ്ട്, അറിയാം. സ്തോത്രം. വേഗത്തിൽ നമ്മുടെ കണ്ണുകൾ ദിവസത്തെ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ നിമിഷം അടയട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും ഒരു കാഴ്ചക്കാരെ പോലും രാത്രിനകത്തിരിക്കരുത്. അപ്പൊ ഒരു കൊതിയോടെ ഞാൻ അടുക്ക വരിക എന്ന് ചിന്തിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഇന്ന് രാത്രി ഒരു കൊതിയോടുകൂടെ അപ്പായുടെ അടുക്കലേക്കും ചെന്നാട്ടെ. ലർദ്ധമാന ശ്രീയാന്ധര പ്രഭാതന അടകമാനഗതന ഘടകശംധരാതൻ. ആ ഹൃദയമൊക്കെ ഒന്ന് തുറന്നേ, ഏകാഗ്രമാക്കി ഹൃദയമൊക്കെ ഒന്ന് തുറന്നേ. വായുകളൊക്കെ ഒന്ന് ചലിക്കട്ടെ. ഇന്ന് രാത്രി ആ വായുകളൊക്കെ ചലിക്കട്ടെ. അഭിഷേകത്തിന്റെ നിറവിൽ പ്രഭാരസാധര പ്രഭാതനാഥൻ യേശപ്പൻ അധികാരമുള്ള ലാർദ്ധമാനസേനിയാന്ധര പ്രഭാതം. രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. അതിരങ്ങൾ തുറന്ന് ആരും മൗനമായിരിക്കരുത്. ഇതിനകത്ത് കയറിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി ആ ശബ്ദമൊക്കെ ഉയർത്തി നിങ്ങളായിരിക്കുന്ന വീടിനകത്ത്, ആ ഭവനത്തിനകത്ത് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രഭാതന ഘടകസി ലൈഷസ്മാനിയാം ധൈര്യാർത്ഥന പ്രഭാതന ഘടകസി. രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും, രക്തത്താല ചെയ്യും. അപ്പന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചോദിച്ചേ, അപ്പ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, സാന്നിധ്യം വേണം, സാന്നിധ്യം വേണം, സാന്നിധ്യം വേണം. അപ്പൊ വചനത്തിന് ശക്തി വെളിപ്പെടണമെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യം വേണം, സാന്നിധ്യം വേണം. നിങ്ങളുടെ സാന്നിധ്യത്തിനകത്ത് നിന്ന് വചനം ഞങ്ങൾ ഇന്ന് പുറപ്പെടണം, ഇതിനകത്ത് പുറപ്പെടണം, അയക്കപ്പെടണം, ദൈവപ്രവൃത്തി വെളിപ്പെടണം. ലാർത്ഥമാന സാന്ധരാധന അർത്ഥപ്രഭാചല ഘടകസിയാം ദൽക്കമാന റിബാല ഹത്തന രഹസ്യാം ദൽക്കമാന ഗതന ഘടകസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ വാക്കുകളേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒഴുകണം, ഒഴുകണം, ഒഴുകണം. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരാത്മനദി ഇന്ന് രാത്രി ഇതിനകത്ത് തുറന്നു വരേണ്ടതായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലബ്രകചാലവസന്തരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഓ രാബാബ ശഖല ലാർച്ചന മൗഢപ്രഭാതന അടകമന ധനാധന ആർച്ചരേ ജഗത്തന രഹസ്യാധനാധന റിബാല ഹസ്യാന്തര ഖമാന അച്ചരേ രഹസ്യാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, അധികാരമുള്ള നാമത്തിൽ ജയം, അധികാരമുള്ള നാമത്തിൽ ജയം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. പ്രാർത്ഥിച്ച് അതിരങ്ങൾ തുറന്ന് അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ അധികാരത്തോട്
അടുത്ത രാജകൾക്കനാദിയാർത്തന പ്രാർത്ഥനയുടെ തലങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. പ്രാർത്ഥനയുടെ തലങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രഭാതന അടകമാന ഹത്തന രഹസ്യാന്തര ഉറിമാല ഹത്തിയ രഗതന രഗതന ഘടകസി അന്തർഖമാനഗതന വൈരപ്രഭാതന ഘടകസി യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ അന്തരീക്ഷം തുറക്കട്ടെ, ഈ അന്തരീക്ഷം തുറക്കട്ടെ, ഈ അന്തരീക്ഷം തുറക്കട്ടെ. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ഈ രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ ഈ അന്തരീക്ഷം തുറക്കട്ടെ. ജനം ഇരിക്കുന്ന വീടിന്റെ അന്തരീക്ഷങ്ങൾ തുറക്കട്ടെ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളുടെ അന്തരീക്ഷങ്ങൾ മാറട്ടെ. രഹസി ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ആള് മാറിയവരെ പോലെ പുറത്തിറങ്ങാൻ കർത്താവ് സഹായിക്കണം. വചനം ഞങ്ങളുടെ ആളിനെ മാറ്റുന്നത് പോലെ, ഞങ്ങളുടെ ഐഡന്റിറ്റിയെ മാറ്റുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ വീട് അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളെ രൂപാന്തരം വരുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ദൈവിക സമാധാനം നിറയുന്നതിനായി സ്തോത്രം. അത്ഭുതം സ്വർഗം ചെയ്താട്ടെ, മഹത്വം എടുത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക, ശബ്ദം അടയാതിരിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവത്തിൽ സംസാരിക്കാനുള്ള ദൈവം സംസാരിക്കും. എനിക്കൊന്നറിയാം, എന്റെ ശബ്ദം അടഞ്ഞാലും സാന്നിധ്യം കൈകാര്യം ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. മീനാൻറ്റി എന്നെ വിളിക്കുമ്പോ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ എങ്ങനെ മീറ്റിംഗിൽ സംസാരിക്കുന്ന ഈ ശബ്ദം വെച്ചിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കും, ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. സ്തോത്രം. രാത്രി ഞാൻ വളരെ ലളിതമായി ഇതിന്റെ ആത്മീക ദൂത് പറഞ്ഞു, എല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാൻ എനിക്ക് തോന്നുന്നില്ല സമയം കിട്ടുമെന്ന്. പക്ഷെ ഇതിനകത്ത് എന്നോട് ദൈവം സംസാരിച്ച് ആത്മീക ദൂത് ഇന്ന് രാത്രി നിങ്ങളോട് കൈമാറി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ വായിച്ച വേദവാക്യത്തിലേക്ക് വേഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞു, അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. സ്തോത്രം. അവർ അവനെ കണ്ടെത്തി. അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി. പറഞ്ഞേ, അവനെ കണ്ടെത്തി, കണ്ടെത്തി, കണ്ടെത്തി. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിലത് കണ്ടെത്താൻ പോവുക, കണ്ടെത്താൻ പോവുക. എങ്ങനെ കണ്ടെത്തുന്ന ബിന്ദു ആന്റി? അന്വേഷിച്ച് ചിലത് കണ്ടെത്താൻ പോവുക. പറഞ്ഞേ, അന്വേഷിച്ച് ചിലത് കണ്ടെത്താൻ പോവുക. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിന്റെ ആഴങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, വിവരണങ്ങൾ പറയുന്നില്ല. വേഗത്തിൽ ആ മെസ്സേജിനകത്തേക്ക് കയറാൻ ഞാൻ ശ്രമപ്പെടുകയാണ്. ഓക്കെ, ഇസ്രയേൽ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രം, വലിയൊരു രാജ്യം. സ്തോത്രം. ഒരു കഥ പറയുന്നത് പോലെ അതിന്റെ തലങ്ങളിൽ പറഞ്ഞ് ആത്മാവി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച്, ഇസ്രയേൽ എന്ന് പറയുന്ന സ്തോത്രം വലിയൊരു ഇസ്രയേൽ എന്ന് പറയുന്ന വലിയൊരു രാജ്യം. ആ രാജ്യത്തിനകത്ത് സ്തോത്രം ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു വിഭജനം ഉണ്ടായി. ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വിഭജനം ഉണ്ടായി. ശലോമോന്റെ കാലഘട്ടം വരെ ഒരു ഏകാധിപത്യമായിരുന്നെങ്കിൽ ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തലമുറയുടെ കാലഘട്ടം വന്നപ്പോൾ അത് രണ്ടായി വിഭജിക്കപ്പെട്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, തർക്കങ്ങൾ വന്നു, പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. സ്തോത്രം. വിഗ്രഹ സമൂഹങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങി, അന്യാരാധനകൾ എഴുന്നേക്കാൻ തുടങ്ങി. സ്തോത്രം. അത് സഭയെ അല്ലെങ്കിൽ ആ ദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ രണ്ടായി പിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനിടയായി തീർന്നു. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടായിട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അതിന്റെ ഒന്ന് ഇസ്രായേൽ എന്നും 2 യഹൂദ എന്നും 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. സ്തോത്രം. യഹൂദ രാജ്യത്തിനകത്ത് 2 സ്തോത്രം ഗോത്രങ്ങൾ അല്ലെങ്കിൽ 2 ഗോത്രങ്ങൾ യഹൂദ രാജ്യത്തിനകത്ത് കയറി വന്നു. ഒന്ന് യഹൂദ ഗോത്രവും 2 ബെന്യാമിൻ ഗോത്രവും. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബേസിക് അടിത്തറയിൽ നിന്നേ വരുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചേ, അന്നേരം 2 ഗോത്രങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്തു? യഹൂദയെ സപ്പോർട്ട് ചെയ്ത ആ 2 യഹൂദയും ബെന്യാമീനും ഒന്നിച്ചു നിന്ന് അവർ യഹൂദ രാജ്യമായി വിഭജിക്കപ്പെട്ടു. സ്തോത്രം. എന്നാൽ ബാക്കിയുള്ള
ഗോത്രങ്ങളൊക്കെ ചേർന്ന് സ്തോത്രം അത് ഇസ്രായേലായി തന്നെ തുടരുകയും ചെയ്തു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് നമ്മൾ ഈ വായിച്ച കുറിവാക്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ യഹൂദ രാജ്യത്തെ തുടരണം. യഹൂദ രാജ്യത്തെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ് നമ്മൾ. ഓക്കെ, ശ്രദ്ധിച്ചേ. സ്തോത്രം. യഹൂദ രാജ്യത്തിനകത്ത് ആദ്യത്തെ രാജാവ് വന്നു. ബിന്ദു ആന്റി, ആദ്യത്തെ രാജാവ് വന്നു. അദ്ദേഹത്തിന്റെ പേര് രഹബയാം എന്നാണ്. എന്താണ്? രഹബയാം. പറഞ്ഞേ, രഹബയാം. യഹൂദ രാജ്യത്തെ ആദ്യത്തെ രാജാവ് ആരാണ്? രഹബയാം. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്, ഇതൊക്കെ അറിയണം. രഹബയാം. സ്തോത്രം. ആദ്യത്തെ രാജാവ് ആരാ? യഹൂദ രാജ്യത്തെ രഹബയാം എഴുന്നേറ്റു. രഹബയാമിന് സ്തോത്രം ദൈവമായ യഹോവയുടെ എന്താ പറയാ കൽപ്പനകൾ അധികം അനുസരിക്കാനൊന്നും പറ്റിയില്ല. പുള്ളി എന്തോ എന്റെ ഭാഷയെ പുള്ളിയുടേതായ വഴിയിലും പുള്ളിയുടെ രീതിയിലും രാജ്യത്തെ നിയന്ത്രിക്കാൻ, രാജ്യത്തെ ഭരിക്കാൻ ശ്രമിച്ചു. അത് ഭയങ്കര പരാജയത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അടുത്ത തലമുറ വന്നു. അദ്ദേഹത്തിന്റെ പേര് അബിയാവ് എന്നാണ്. അബിയാവ് വന്നു. അബിയാവിനും പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ നിൽക്കാനൊന്നും പറ്റിയില്ല. ഞാനിത് തെളിവ് പറയാം നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാകും. സ്തോത്രം. 2 ദിനവൃത്താന്തം 12:14 നിങ്ങൾ കണ്ടോ? സ്തോത്രം. നിങ്ങൾ കണ്ടായിരുന്നോ? 12:14 രഹബയാമിന്റെ കാര്യമാണ്. യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെക്കാതിരുന്നതിനാൽ അവൻ ദോഷം ചെയ്തു. അന്നേരം ഈ രഹബയാം ദൈവത്തെ അന്വേഷിച്ചൊന്നുമില്ല. അടുത്തൊരു തലമുറ വന്നപ്പോൾ അവനും ദൈവത്തെ എന്ത് ചെയ്തില്ല? അന്വേഷിച്ചില്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ കുറിവാക്യത്തിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് ഒരു വ്യത്യസ്തനായ ഒരു തലമുറയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവന്റെ പേര് ആസ എന്നാണ്. എന്താണ്? ആസ. വ്യത്യസ്തനായ മനുഷ്യൻ. ശരിക്കും എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ ഇതിനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, നീ 2 തലമുറകളെ പുറകോട്ട് നോക്കി. ആ 2 തലമുറകളും എന്നെ അന്വേഷിക്കാതിരുന്നപ്പോൾ, എന്റെ വഴിയിലേക്ക് തിരിയാതിരുന്നപ്പോൾ, അടുത്തൊരു തലമുറ എന്നെ അന്വേഷിക്കാൻ തയ്യാറായി. ഞാനത് ആഴം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അബിയാവും അപ്പന്മാർ ദൈവത്തെ അന്വേഷിക്കാതിരുന്നപ്പോൾ, അപ്പന്മാർ ദൈവത്തിലേക്ക് തിരിയാതിരുന്നപ്പോൾ, അപ്പന്മാർ ദൈവത്തെ അന്വേഷിക്കാതിരുന്നപ്പോൾ ഒരു തലമുറ ദൈവത്തെ അന്വേഷിച്ചിറങ്ങി വന്നു. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോട് ആത്മാവിൽ പറയാം, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ശേഷിപ്പിനെ ഇന്ന് രാത്രി ദൈവം ഉയർത്തിക്കൊണ്ടുവരും. അർച്ചരാ ജഗനഘടക ശബ്ദരാധനാഥന. എല്ലാ കാലവും നിങ്ങൾക്ക് അടഞ്ഞു പോകാനും, നിങ്ങൾക്ക് എല്ലാ കാലവും ഒതുങ്ങിപ്പോകാനും ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ സ്തോത്രമല്ലേ അപ്പന്മാർ തകർന്നു പോയെന്നിരിക്കുക. ഞാനൊരു പദം പറയാം, ചടിനിച്ച. എന്തെന്നറിയാമോ? ചിലർ എഴുതിയൊരു വിധിയുണ്ട്. എന്തെന്നറിയാമോ? സ്തോത്രമല്ലേലൂയ. മദ്യപാനിയുടെ മകൻ മദ്യപാനിയായിട്ടും, സ്തോത്രമല്ലേലൂയ, ഡോക്ടറുടെ മകൻ ഡോക്ടറായിട്ടും, എഞ്ചിനീയർ മകൻ എഞ്ചിനീയർ ആയിട്ടും. ഹലോ, ഇന്ന് രാത്രി ചില വിധികളും സ്തോത്രം അങ്ങനെ ആയിരിക്കും. സ്തോത്രം. എന്റെ ചേച്ചി സ്തോത്രമല്ല പഠിക്കാൻ പോകുന്നതിന് മുമ്പിട്ട് സ്തോത്രം എന്റെ ചേച്ചിയെ നോക്കി ചിലര് പറഞ്ഞു, സ്തോത്രം എന്റെ അമ്മ അണ്ടിയാപ്പീസിൽ പോയി സ്തോത്രമല്ലൂയ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാ. എന്റെ ചേച്ചിയെ നോക്കി പറഞ്ഞ കാര്യം, അമ്മ അണ്ടിയാപ്പീസിൽ പോയി ജോലി ചെയ്തില്ലേ, മകളും അത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞൊരു സാവകാശം ഉണ്ടായിരുന്നു. ഒരു തല ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ദൈവം അതിനെ വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തെ അന്വേഷിച്ചവന് വേണ്ടി ദൈവം ചെന്ന് തുറന്നു കൊടുക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോട് പദം പറയാൻ കേട്ടോ. സ്തോത്രമല്ലേലൂയ. ഇന്നലകളിൽ എഴുതപ്പെട്ട ചില ലേഖനങ്ങൾ എഴുതി മാറ്റിയിട്ട് ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു ചരിത്രത്തെ എഴുതാൻ ഇന്ന് രാത്രി എന്റെ ദൈവം തയ്യാറാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു തലമുറ നിൽക്കുമ്പോൾ, ഇന്നലെ വരെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാത്ത ഒരു തലമുറ നിൽക്കുമ്പോൾ, അതിൽ നിന്ന് വ്യത്യസ്തരായ ഒരു തലമുറ എഴുന്നേറ്റ് വന്നിട്ട് പറയുക, എനിക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരണം, എനിക്ക് ദൈവത്തെ വേണം. ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞവന് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞവന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറ, ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ പോകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ഐഡന്റിറ്റി മാറ്റുന്നൊരു ദൈവമുണ്ട്, ചരിത്രം മാറ്റുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു പദം പറയാം ദൈവമക്കളെ. എന്തുവേണ്ടി? അപ്പന്മാർ ദൈവത്തെ അന്വേഷിക്കാനോ കണ്ടെത്താനോ തയ്യാറാകുമ്പോൾ ദൈവത്തെ കണ്ടെത്തിയൊരു തലമുറ അടകപ്രവാദന ഘടകി. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ എന്റെ അകത്തളത്തിനകത്ത് ഒരു കത്തലുണ്ട്. ഇന്ന് രാത്രി ഒരു കത്തലുണ്ട്. വചനത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നുവെച്ചാ 20 കൊല്ലം സ്തോത്രം
ഒരു മനുഷ്യന്റെ വീട്ടിനകത്ത് പെട്ടകം ഇരുന്നിട്ട് ആ മനുഷ്യന്റെ വീട്ടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. പക്ഷെ 3 മാസം ഓബേദേദോമിന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ അവന്റെ വീട്ടിനകത്ത് അനുഗ്രഹത്തെ കൊണ്ടുവരാൻ ആ പെട്ടകത്തിന് കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ നമ്മൾ അന്വേഷിക്കേണ്ടതുപോലെ ദൈവത്തെ അന്വേഷിക്കാൻ ഇന്ന് രാത്രി തയ്യാറായാൽ, അറിയേണ്ടതുപോലെ അറിയാൻ തയ്യാറായാൽ, 20 വർഷം കൊണ്ട് റിസൾട്ട് ഇല്ലാത്തവനേക്കാൾ 3 മാസം കൊണ്ട് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തലം ഇന്ന് രാത്രി തുറന്നു വരും. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത് എത്ര കൊല്ലം ഈ പെട്ടകന്റെ വീട്ടിൽ ഇരുന്നു എന്നുള്ളതല്ല. ഇന്ന് രാത്രി 3 മാസമേ ഇരുന്നുള്ളെങ്കിലും ഇന്ന് രാത്രി ഈ പെട്ടകത്തിന് ചില ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കാ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ശ്രദ്ധിച്ച ദൈവമക്കളെ, സ്തോത്രം. എന്തായാലും ചുമയാ, സ്തോത്രം. ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്റെ തൊണ്ടയുടെ കാര്യം തീരും, സ്തോത്രം. എന്നാ പറഞ്ഞു തീർക്കോളം തീർത്തിട്ട് പൈസ അടഞ്ഞോട്ടെ, കുഴപ്പമില്ല, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തൂത് പിടിച്ചാൽ മതി, സ്തോത്രം. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അച്ഛാ, ഈ ഓബേദേദോമിന്റെ വീട്ടിനകത്ത് ഈ പെട്ടകം ചെന്നപ്പോ എന്താ ഇത്ര വലിയ മാറ്റം വന്ന് ചോദിച്ചാ, എന്താ ഇത്ര മാറ്റം വന്ന്? മറ്റേ പുള്ളിയുടെ വീട്ടില് 20 കൊല്ലം ഇരുന്നിട്ട് മാറ്റം ഉണ്ടായില്ല. പെട്ടകം 3 മാസം ഇരുന്നവന്റെ വീട്ടില് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഇതൊരു സാധാരണ പ്രവൃത്തിയല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഒരു സാധാരണ പ്രവൃത്തിയല്ല. ഓബേദേദോമിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അവൻ ആരാധിക്കാൻ അറിയാവുന്നവന്. പറഞ്ഞേ, ആരാധിക്കാൻ അറിയാവുന്നവൻ. പറഞ്ഞേ, ആരാധിക്കാൻ അറിയാവുന്നവൻ. വിജയിച്ച തഴക്കത്തിൽ, നമ്മൾ ഈ കണ്ടുവന്ന തഴക്കത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, ആ പഴക്കത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി ആ പഴക്കം ഒന്ന് പൊട്ടിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയതിനെ പോലെ ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, ശബാര, എന്റെ വീട്ടിനകത്തിരിക്കുന്ന പെട്ടകത്തിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി എന്റെ കയ്യിലിരിക്കുന്ന വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ തയ്യാറായാൽ, ഇന്ന് രാത്രിയിൽ നടക്കേണ്ട വിടുതലുകൾ കൂടാരത്തിനകത്ത് വെളിപ്പെടാതെ പോകത്തില്ല. ശബാര ഹർത്തര ജഗനഘടകസി. ഇന്ന് രാത്രി എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? ഇന്ന് രാത്രി പറ, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയാൻ തയ്യാറാ, ഇന്ന് രാത്രി പ്രതികരിക്കാൻ തയ്യാറാ. ഇന്ന് രാത്രി വചനത്തിരുന്നിട്ട് കാര്യമില്ല അച്ഛാ, ഇന്ന് രാത്രി പ്രതികരിക്കുന്നവന് വേണ്ടി വിടുതൽ നടക്കുന്നത്. സ്തോത്രം. പ്രതികരിക്കുന്നവന് വേണ്ടി വിടുതൽ നടക്കും. ഇന്ന് രാത്രി പറ, പ്രതികരിക്കുന്നവന് വേണ്ടി വിടുതൽ നടക്കും. പ്രതികരിക്കുന്നവന് വേണ്ടി വിടുതൽ നടക്കും. പ്രതികരിക്കുന്നവന് വേണ്ടി. ഞാൻ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ റിസീവ് ചെയ്തോണം. ഇന്ന് രാത്രി പ്രതികരിക്കുന്നവന് വേണ്ടി ചില വിടുതൽ നടക്കും. പ്രതികരിക്കുന്നവന് വേണ്ടി. സ്തോത്രം. ഞാന് എപ്പോഴും പറയും, ഇരിക്കുന്ന വീടിന്റെ ഭംഗിയല്ല, അച്ഛാ 2 നില വീട്ടിലല്ല പെട്ടകം ഇരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ 2 നില വീടൊന്നും വേണമെന്നില്ല പെട്ടകം ഇരിക്കുന്നത്. ഇന്ന് രാത്രി പെട്ടകം എവിടെ ഇരുന്നാലും അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ തയ്യാറായ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയാം, പെട്ടകം എവിടെ ഇരുന്നാലും കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ ഒരുവൻ തയ്യാറായാൽ നിന്നെ ഒരു മഹത്വമാക്കി തീർക്കാൻ ഈ പെട്ടകത്തിന് കഴിയും. ഇന്ന് രാത്രി ദേശത്തെ സാക്ഷ്യമാക്കി തീർക്കാൻ ഈ പെട്ടകത്തിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറ, ഞാൻ സാക്ഷ്യമാകാൻ പോകുകയാ. ഇന്ന് രാത്രി പറയണം, ഞാനൊരു സാക്ഷ്യമുള്ളവനായി മാറാൻ പോവാ. എന്നെ ദൈവം ദേശത്ത് ഉയർത്താൻ പോവുക. ഇന്ന് രാത്രി 20 കൊല്ലം വീട്ടിലിരുന്നവനെ കുറിച്ച് ആരും അറിഞ്ഞില്ല. പക്ഷേ 3 മാസം പെട്ടകം വീട്ടിനകത്ത് ഇരുന്നവനെ കുറിച്ച് ദേശം അറിയാൻ തുടങ്ങി. ദാവീദിന്റെ കാതുകളിൽ എത്താൻ തുടങ്ങി. അങ്ങ് പട്ടണത്തിലെത്തിയെന്ന്, ദാവീദിരുന്ന കൊട്ടാരത്തിനകത്ത് ആ വാർത്ത എത്തിയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ശ്രുതി ഇന്ന് രാത്രി ദേശത്തിനകത്ത് പരക്കാൻ പോവുക. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് ചില സാക്ഷികൾ ദേശത്തിനകത്ത് ഒഴുകാൻ പോവുക. ഹത്തരാധന. ഇന്ന് രാത്രി വിശ്വസിക്കുന്നു പറ, എന്നെ കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ദേശത്തിനകത്ത് ഒഴുകാൻ പോവുക. എന്നെ കുറിച്ചുള്ള ശ്രുതി ദേശത്തിനകത്ത് പരക്കാൻ പോവുക. ജീസസ്. അർത്ഥപ്രവാദന ഘടകസിയാതന വൈഡപ്രഭാതി എന്നോട് കൂടെ ചേർന്ന് വരണേ. ഒരു വാക്ക് ഞാൻ എടുത്തു പറയാം.
അത്തിയുടെ മുകളിൽ ഇരിക്കുന്നവരെ കണ്ട ദൈവമാണ്. അച്ഛനെ കീഴിൽ ഇരിക്കുന്നവരെ കണ്ട ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി അച്ഛനെ മുകളിൽ ഇരിക്കുന്നവരെ മാത്രമല്ല, അച്ഛനെ കീഴിൽ ഇരിക്കുന്നവരെ കണ്ടൊരു ദൈവം നമുക്ക് ഇന്ന് രാത്രി ഉണ്ട്. ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ഇരിക്കുന്ന സാഹചര്യങ്ങളെ പിരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ചോദിച്ചാ ഈ അത്തിയുടെ മുകളിൽ ഇരുന്നവന്റെ സ്ഥിതി മാറി, അച്ഛനെ കീഴിൽ ഇരുന്നവന്റെ സ്ഥിതി മാറി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയാൻ കേട്ടോ, ദൈവം നിന്നെ കണ്ടാൽ, ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് ദൈവം നിന്നെ അറിഞ്ഞാൽ, ഇന്ന് രാത്രി നിന്റെ സ്ഥിതി മാറും. ഇന്ന് രാത്രി നിന്റെ നീലവാരം മാറും. ഇന്ന് രാത്രി നീ ഉയർന്നു പൊങ്ങാൻ തുടങ്ങും. ഇന്ന് രാത്രി നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങും. സുരാചന പ്രഭാതന ഇന്ന് രാത്രി എന്റെ ജോലിയെ ദൈവത്തെ കണ്ടെത്താൻ പോവാൻ ചോദിച്ചാ അത്തിയുടെ കീഴിരുന്നവർ എന്തിനാ വന്നതെന്ന് അറിയാമോ? നസ്രത്തിൽ വല്ല നന്മയും ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോന്നറിയാനാ വന്നേ. അത്തിയുടെ മുകളിൽ ഇരുന്നവർ എന്തിനാ വന്നതെന്ന് അറിയാമോ? ഈ വഴി കൂടെ പോകുന്ന കർത്താവ് ആരാന്നറിയാനാ. ഇന്ന് രാത്രി ചിലത് കണ്ടെത്താൻ ഇന്ന് രാത്രി തയ്യാറായാൽ, ഇന്ന് രാത്രി നിന്റെ അകത്ത് കണ്ടെത്തണമെന്നൊരു ആഗ്രഹം അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചില തുറന്നു വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം നിനക്കൊരു സാക്ഷ്യം പറയുന്ന നാഴികകളാണ്. നിന്റെ ജീവിതം തിരിയാൻ പോവോ. ഇന്ന് രാത്രി ആത്മാവ് പ്രവചിക്കുന്നു, ചില ജീവിതം തിരിയാൻ പോവോ. ഇന്ന് രാത്രി ചിലന്റെ ലൈഫ് തിരിയാൻ പോകുന്നു. ഇന്ന് രാത്രി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഇന്ന് രാത്രി ചിലന്റെ ലൈഫ് തിരിയാൻ പോവുക. ഇന്ന് രാത്രി അന്വേഷിക്കുന്നവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ ലൈഫ് തിരിയാൻ പോവുക. യെസ്, അർത്ഥപ്രഭാതര വൈഡജാലകർച്ചന പ്രഭാതന ഘടകസി പ്രാർത്ഥിച്ച് രാത്രി പ്രാർത്ഥിച്ച് ആത്മാവിൽ സ്വീകരിച്ച് റിസീവ് ചെയ്തേ. എത്രത്തോളം ഈ മെസ്സേജ് അകത്ത് തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു ആത്മശക്തി ഇതിനകത്ത് തുറക്കണം. പ്രാർത്ഥിച്ച് അതരങ്ങൾ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഹോളി സ്പിരിറ്റ് യെസ്, ഞാൻ ഇരിക്കുന്ന അത്തിയുടെ ചുവട്ടിലാണെങ്കിലും, ഞാൻ ഇരിക്കുന്ന അത്തിയുടെ മുകളിലാണെങ്കിലും, ഇന്ന് രാത്രി എന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നവന്റെ അടുക്കല ഞാൻ അന്വേഷിച്ചെത്തിയത്. ഇന്ന് രാത്രി ഞാൻ അന്വേഷിച്ചെത്തിയത് എന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നവന്റെ അടുക്കല. ഞാൻ വന്നത് എന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നവന്റെ അടുക്കല. ഇന്ന് രാത്രി എന്നെ തിരിക്കാൻ കഴിയുന്നവന്റെ അടുക്കല. എന്റെ ഭാവിയെ ഇന്ന് രാത്രി തിരിക്കാൻ കഴിയുന്നവന്റെ അടുക്കല ഞാൻ ഇന്ന് രാത്രി വന്നേക്കുന്നേ. ഇന്ന് രാത്രി അങ്ങനെ ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ആത്മാവി റിസീവ് ചെയ്തേ. ഇന്ന് രാത്രി ആ കരങ്ങളെ തട്ടി ആരാധിക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് ആരാധിച്ച് യെസ്. ഇന്ന് രാത്രി മാനുഷിക ചലനമല്ല, ആത്മാവിൽ ചലനങ്ങൾ സംഭവിക്കുന്നു ചില കൂടാരങ്ങൾക്കകത്ത്. യെസ്, പ്രഭാതനം. യെസ് യെസ്, പ്രഭാതന ഘടകസി അർത്ഥരാജകൾ കനാദനാദന യേശുവിന് അധികാരമുള്ള നാമത്തിൽ ജയം ജയം രക്തത്താൽ ജയം. യെസ്, ചില കഥ തൊടാൻ പോവുക. ഈ രാത്രി ചില കഥ തൊടാൻ പോവുക. ഇന്ന് രാത്രി തൊടാൻ പോവുക. ലംശഖവാരധന. യെസ്, ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്ന കഥ ഒരു സ്പർശനം വേണം. എനിക്കൊരു സ്പർശനം വേണം. ഇന്ന് രാത്രി എന്റെ സിറ്റുവേഷനെ തിരിക്കുന്ന ഒരു കണ്ടെത്തൽ, എന്റെ സിറ്റുവേഷനെ തിരിക്കുന്ന ഒരു കണ്ടെത്തൽ, എന്റെ സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരു കണ്ടെത്തൽ, എന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു നന്മ കണ്ടെത്താൻ പോവുക. നസ്രത്തിലെ ഒരു നന്മ. ഓ റമനഗതനകളെ ശബ്ദനാഥനാഥനാഥന ഇന്ന് രാത്രി സംഭവിക്കുന്നു. ഇന്ന് രാത്രി സംഭവിക്കുന്നു. ഇന്ന് രാത്രി ഒരു മുൻവിധിയോടെ ഞങ്ങൾ തിരിക്കരുത്. ഇന്ന് രാത്രി ആരാധിച്ചോ, ഇന്ന് രാത്രി സ്വീകരിച്ചോ, റിസീവ് ചെയ്തോ. ഇന്ന് രാത്രി റമന വാക്കുകളുടെ പെരുപ്പമല്ല, ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിന്റെ ശക്തി. രഹസ്യാദന റവാന തുരാചല പ്രഭാതന ഘടകസി അന്തൽ ഖവാനഗതന ഘടകസി
രക്തത്താല് ചെയ്യും, രക്തത്താല് ചെയ്യും, രക്തത്താല് ചെയ്യും. ശബാരാധന ലബ്രകമാന സെന്തേരിയാധന ലക്ഷാല പ്രഭാതന സ്തോത്രം. റിബാകമാന അസുര ജഗൽ കനാദിയ. ചില തലങ്ങൾ മാറുക ഇന്ന് രാത്രി. യെസ്, യെസ്, യെസ്. ആരും കണ്ടെത്താത്ത ചിലത് ഇന്ന് രാത്രി നീ കണ്ടെത്താൻ പോവുക. ആർക്ക് ലഭിക്കാത്ത ചിലത് ഇന്ന് രാത്രി നിന്നെ തേടി വരാൻ പോവുക. ഇന്ന് രാത്രി തൊടാൻ പോവുക. എത്രയോ പേർ യേശുവിന്റെ അടുക്കൽ പോയി നിന്ന് യേശുവിനെ കണ്ടിട്ടും അവരെ ആരും യേശു മൈൻഡ് ചെയ്തില്ല. പക്ഷെ യേശു കണ്ടത് കാട്ടത്തിയുടെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരുത്തരുണ്ടല്ലോ, മറഞ്ഞിരിക്കുന്ന ഒരുത്തരെ കണ്ടോ? അവനെ യേശു വിളിച്ചു പറഞ്ഞു, ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇന്ന് ഈ ഇരിക്കുന്ന പുരുഷാരത്തോടല്ല, നിന്റെ വീട്ടിനകത്തേക്ക് ഞാൻ വരാൻ പോവാ. അവൻ അതിനാ രഹസ്യം. എന്നെ കാണാൻ ആഗ്രഹിച്ചവന്റെ വീട്ടിൽ ഇന്ന് രാത്രി ഞാൻ വരാൻ പോവുക. ഇന്ന് രാത്രി ആത്മ പ്രവചിക്കുന്നു. ഇന്ന് രാത്രി ചില കൂടാരത്തിനകത്ത് സാന്നിധ്യമല്ലേ നീ ചോദിച്ചേ? ഇന്ന് രാത്രി സാന്നിധ്യമല്ലേ നീ ചോദിച്ചത്? ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് അത് ഇറങ്ങാൻ പോവോ? ഇന്ന് രാത്രി ദൈവ ശബ്ദം ഞങ്ങൾക്ക് വെളിപ്പെടാൻ പോവുകയോ? ഈ ചോദിച്ചതിനേക്കാൾ അധികം ഇന്ന് രാത്രി ചില പ്രവർത്തികൾ എന്നാ ചോദിച്ച പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം. അതറിയാതെ നീ എന്താ ചിന്തിച്ചേ? അതിനെ പറഞ്ഞ് എനിക്കൊന്ന് കാണണം. ഇന്ന് രാത്രി ആ നന്മ കൊണ്ടുവരുന്നവരെ ഒന്ന് കാണണം. ഇന്ന് രാത്രി ഒന്ന് കാണണം. ഇന്ന് രാത്രി കാണാൻ പ്രമാദന ശബ്ദരാധനാധന. ആരും കണ്ടെത്താത്ത ചിലത് ഇന്ന് രാത്രി ചിലത് കണ്ടെത്താൻ പോവുക. ഇന്ന് രാത്രി കണ്ടെത്താൻ പോവുക. അർച്ചന മറഞ്ഞു കിടക്കുന്ന ചിലത് ചിലർക്ക് വേണ്ടി ദൈവത്തിനാത്മ വെളിപ്പെടുത്താൻ പോവുകയാണ്. അന്തരം ബാലകർത്തനം വേദികർത്തനം ജാലകർത്തനാദി ഉടാരാബാല ശഖരാ ലദ്രകമാനസി. നേരത്തെ പ്രാർത്ഥിച്ചേ. ഹോളി സ്പിരിറ്റ് ലദ്രകമാന ലബ്രകമാനസി. ഇന്ന് രാത്രി അന്തരീക്ഷം തിരിയാൻ പോവാ. എന്റെ ശബ്ദത്തെക്കാൾ അപ്പുറത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ പോവുക. യെസ്, യെസ്. എനിക്കറിയാം ഈ മെസ്സേജ് എനിക്ക് തൊടാൻ പോലും പറ്റത്തില്ല, ഇത് പൂർത്തീകരിക്കാനും പറ്റത്തില്ല. എനിക്കറിയാം എന്റെ ശബ്ദം ഒരുപക്ഷെ അനുവദിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി എന്റെ ശബ്ദം അനുവദിച്ചില്ലെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനുള്ള ചില ചലനങ്ങൾ അയക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ആശയുടെ ഒന്നിനോട് പ്രത്യേകത പറഞ്ഞ് ഞാനത് അതിന്റെ തെളിയിച്ചു പറയാം. 14 അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അബിയാവ് മരിച്ചപ്പോൾ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആസാവിന്റെ മകൻ രാജാവായി. അവന്റെ കാലത്ത് ദേശത്തിന് 10 സംവത്സര സ്വസ്ഥതയുണ്ടായി. ആസയുടെ കാലത്ത് എത്ര സംവത്സരം സ്വസ്ഥതയുണ്ടായി? 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. നിങ്ങളിങ്ങനെ പഠിപ്പിച്ചെങ്കിലേ പറ്റത്തോ. ചില കാര്യങ്ങള് കേട്ടിട്ട് ഗ്രഹിക്കാതെ പോകും. ചില ചുമ്മാ എന്നാ പറയാ, ചുമ്മാ ഇരിക്കും. ശ്രദ്ധിച്ചേ, എത്ര സംവത്സരം സ്വസ്ഥതയുണ്ടായി? 10 സംവത്സരം. പറഞ്ഞേ, 10 സംവത്സരം. സ്തോത്രം. വിജയിച്ച് അടുത്തിരിക്കുന്ന ഭാര്യയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറ, 10 സംവത്സരം സ്വസ്ഥത ഉണ്ടായെന്ന് പറയും. 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി. അത് സന്തോഷം അല്ലേ? 10 സംവത്സരം. ഇനി ഞാൻ പറയാം എന്താ സ്വസ്ഥത. ഇനി അത് തിരിയണമെങ്കിൽ അടുത്ത വാക്യം വായിക്കാം. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക്. ഒരാളത് വായിക്കാമോ? 2ാമത്തെ വാക്യം ഒരാളത് വായിച്ചു. ശബ്ദം പോയി ഇല്ലാത്തോണ്ടാ, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവും ആയത് ചെയ്തു. ഓക്കെ. ആശ എന്താ ചെയ്തെന്ന് അറിയാമോ? താൻ രാജാവായപ്പോൾ ആദ്യം ചെയ്ത കാര്യം ദൈവമായ യഹോവയ്ക്ക് പ്രസാദമായതും ഹിതമായതും എന്ന് ചെയ്തു. അടുത്ത വാക്യം. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും
പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. ആ സംഭവിഗ്രഹങ്ങൾ ഉടച്ച് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞ അവൻ ചിലത് വെട്ടിക്കളഞ്ഞു. ചിലത് വെട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു പദം പറയാം. നമ്മൾ ചിലരെ വെട്ടിക്കളയാൻ പോകും. ചിലത് വെട്ടിക്കളയാൻ പോകും. അർത്ഥപ്രഭാതന ഘടകസി വിരോധമായി ഇത്രയും നാൾ പിതാക്കന്മാരെ പോലും ആത്മിക മുന്നേറ്റത്തിനകത്ത് വിടാതെ, ഏകാഗ്രതയ്ക്കകത്ത് വിടാതെ, ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് അകറ്റിക്കളഞ്ഞ ചിലവരെ ഇന്ന് രാത്രി വെട്ടിക്കളയാൻ പോവുക. ഇന്ന് രാത്രി ചിലരെ കുടഞ്ഞെറിയാൻ പോവുക. അർത്ഥരാ ജഗനഘടക ശബ്ദരാധനാഥന നിങ്ങളുടെ ആത്മിക വിടുതലിന് തടസ്സമായി ഇന്ന് രാത്രി വെളിപ്പെട്ട് നിൽക്കുന്ന ചില അണലികളെ തീക്കകത്തേക്ക് കുളഞ്ഞെറിയാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ എഴുന്നേറ്റ് വരാൻ രഹസ്യാതന ഇന്ന് രാത്രി ചിലരെ കുളഞ്ഞെറിയാൻ പോവുക, ചിലരെ വെട്ടിക്കളയാൻ പോവുക. ഇന്ന് രാത്രി ആത്മാവിൽ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി ആശ എന്തു ചെയ്തു അറിയാമോ? ഒന്ന്, ദൈവത്തിന് ഹിതമായുള്ളത് ചെയ്തു. 2, ആ ദേശത്തിനകത്തെ അശേരയുടെ പ്രതിഷ്ഠകളെ കൂടെ വെട്ടിക്കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. നോക്കിയേ, ഞാൻ വായിപ്പിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെ ഞാൻ ആകെ ചുരുക്കം പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. അവിടെ ഇവിടെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാവണം. 2 വാക്കെങ്കിലും കിട്ടണം, അത്രേ ഉള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചെങ്കിലും ചെയ്യണം, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചേ. അച്ഛാ, 4ാമത്തെ വാക്യത്തിൽ പറയുക, പുള്ളി വെട്ടിക്കളഞ്ഞത് മാത്രമല്ല, പുള്ളി അത്ര കൽപ്പന പുറപ്പെടുവിച്ചു. എന്തെന്നറിയാമോ? കൽപ്പന, പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിക്കണം. നിങ്ങള് ന്യായപ്രമാണം കൽപ്പനയും അനുസരിച്ച് എന്ത് ചെയ്യണം? ആചരിച്ച് നടക്കാനും പുള്ളി കൽപ്പിച്ചു. അടുത്ത വാക്യം, അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. നോക്കി, വെട്ടിക്കളഞ്ഞത് മാത്രമല്ല, നീക്കിക്കളയേണ്ടതിന് എന്ത് ചെയ്തു? നീക്കിക്കളയേണ്ടത് പറഞ്ഞേ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എന്റെ ശബ്ദം ഡൗൺ ആയപ്പോ നിങ്ങൾ ആത്മീകാവസ്ഥയിൽ പോയോ? സ്വത്രം. എന്റെ ശബ്ദം പോയിട്ട് എന്റെ തീഷ്ണത പോയിട്ടില്ല ഇതുവരെ. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശബ്ദവും ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു തീഷ്ണതയൊന്നും ഇല്ല. ഇന്ന് രാത്രി വന്നേ, ഒരു തീഷ്ണതയോടെ നിന്നെങ്കിൽ അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വിചാരിച്ച പുള്ളി വെട്ടിക്കളഞ്ഞു. അശേരയുടെ പ്രതിഷ്ഠകളെ മുഴുവൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്താൽ പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. അടുത്തത്, യഹോവ അവന് വിശ്രമം നൽകി. ഞാൻ 2 പദങ്ങൾ പറയാം. അച്ഛാ, ചിലതിനെ വെട്ടിക്കളഞ്ഞപ്പോൾ, ചിലതിനെ നീക്കിക്കളഞ്ഞപ്പോൾ ദേശത്ത് ഇല്ലാതിരുന്നൊരു സ്വസ്ഥത മടങ്ങി വന്നു. ഇനി സ്വസ്ഥത കൊണ്ടുവരാൻ ഉപയോഗിച്ചതുണ്ടല്ലോ, അവന് ഒരു വിശ്രമം നൽകി. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തിന്റെ പദം പറയാം. സ്വസ്ഥതയെ കെടുത്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ദേശത്തിനകത്ത് നിന്നാപാത്രമാക്കി തീർക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി എന്റെ ദൈവം വെട്ടിക്കളയാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പറ, അടരാ ജഗൽഖമനകളേസിയാതന നിന്നോട് വാദിക്കുന്ന ചിലരെ ഇന്ന് രാത്രി വെട്ടിക്കളയ. നിന്റെ കുടുംബജീവിതത്തോട് വെല്ലുവിളിക്കുന്ന ചിലരെ ഇന്ന് രാത്രി വെട്ടിക്കളയ. ഇന്ന് രാത്രി പറ, ഞാൻ ചില വെട്ടാൻ പോവുക, ചില നീക്കാൻ പോവുക. ആത്മാവിൽ അർത്ഥപ്രവാദന ഘടകസി. എന്റെ വിഷയം ഇതല്ല കിടക്കുന്നത്. എന്റെ വിഷയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്വത്രം, ഹല്ലേലൂയ. പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അവർക്ക് വിശ്രമം നൽകി. ദേശത്തിന് സ്വസ്ഥത ഉണ്ടായി. ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായകയാൽ അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. എന്നെ കൂടെ വന്നേ. അച്ഛാ, അല്ലച്ചാ, ഈ അശേരയുടെ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞപ്പോ, അതിനകത്ത് വാണുകൊണ്ടിരുന്ന ചില ആധിപത്യങ്ങളെ നീക്കിക്കളഞ്ഞപ്പോൾ ചില പണികൾ ആരംഭിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നോട് ദൈവത്തിൽ ആത്മാവ് പറയുന്നു, നാളുകളായി മുമ്പോട്ട് ചലിക്കാൻ വിടാതെ
ചില പണികളെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കുന്ന അർത്ഥപ്രവാദന ഘടക ശബ്ദനാദിയാതന ഇന്ന് രാത്രി മുമ്പോട്ട് പോകാൻ കഴിയാതെ നിഗമന ഘടക തടഞ്ഞു വെച്ചിരിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ്. ദൈവം ചില ഉറപ്പുള്ളതിനെ നിനക്ക് വേണ്ടി പണിയാൻ പാകത്തിന് ചില വഴികൾ വെട്ടിത്തുറക്കാൻ പോവുകയാണെന്ന് ആത്മാവിന്റെ രാത്രി ദൂത് കൈമാറുന്നു. അമ്പൽ കമന ഘടകം നീ ഉറപ്പുള്ള ചിലത് പണിയാൻ പോവുക. നീ ഉറപ്പുള്ള ചിലത് പണിയാൻ പോവുക. ഉറപ്പുള്ള ചിലത് പണിയാൻ പോവുക. ഇന്ന് രാത്രി പറഞ്ഞ ഉറപ്പുള്ള ചിലത് പണിയാൻ പോവുക. അമ്പൽ കമാന അത്തനാദിയാർച്ചനാദന. യെസ്, ഇന്ന് രാത്രിയെ നമ്മൾ ഉറപ്പുള്ള ചിലത് പണിയാൻ പോവുക. ഉറപ്പുള്ള ചിലത് പണിയണമെങ്കിൽ നമ്മൾ ചിലത് വെട്ടിക്കളഞ്ഞ പറ്റും. ശബാരാധന നമുക്ക് വിരോധമായി, ദേശത്തിനകത്ത് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ചില ആധിപത്യങ്ങളെ വെട്ടാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുക. ഇന്ന് രാത്രിയിൽ വിചാരിച്ച ദൈവം നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിന്നെ ഏൽപ്പിച്ച ദേശത്തിനകത്ത് വാഴുന്ന, നിന്നോട് കിടപിടിക്കുന്ന, നിന്റെ ആത്മിക ജീവിതത്തോട് കിടപിടിക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ വെട്ടിജയിക്കാൻ ഇന്ന് രാത്രി നിനക്ക് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ചില പണിയാൻ പാകത്തിന് ഉടവരഹതനകരകഥനകടകസിയാതന അമ്പൽ ഖമനകഥനകടകസിയാതന ചില ദൈവ പ്രവർത്തികൾ തുറന്നു വരുമെന്ന് ആത്മാവിന്റെ രാത്രി ദൂരെ കൈമാറുകയാണ്. ഉടവ രമന അതന രഗതന അത്തനാദിയാലക വെല്ലുവിളി ഉയർത്തി കൊമ്പുയർത്തി നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ആത്മാവ് കെട്ടുക. ചില കുടുംബത്തിന് നേരെ വാത് കെട്ടി അടകം വേരി വർച്ചന പ്രവാദിയാവന കൊമ്പുയർത്തി നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ആത്മാവ് ഇറങ്ങി വെട്ടുക. ചില ചലനങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുകയോ ഇന്ന് രാത്രി വന്നേ സ്തോത്രം. ഇനി ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ ആ മെസ്സേജിനകത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കും. ശ്രദ്ധിച്ച്, ആരും ക്ലോക്ക് നോക്കിയൊന്നും ഇരിക്കരുത്, ആരും അലശ്യരായിരിക്കരുത്. തക്ക സമയത്ത് നിർത്തും. സ്തോത്രം. എന്റെ ശബ്ദം അങ്ങ് നിൽക്കുമ്പോ മീറ്റിംഗ് നിൽക്കും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ആശയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആശ പറഞ്ഞ പദം എന്തെന്നറിയാമോ? 7ാമത്തെ വാക്യം. ഞാൻ വായിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചോണേ. അവരെ യഹൂദ്യരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. ഇതൊക്കെ നിർത്തി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷെ അതൊക്കെ സ്കിപ്പ് ചെയ്യുക. ഇത് ശ്രദ്ധിച്ചേ. ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ കുറെ അന്വേഷിച്ചത് കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നല്ലോ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി ദേശത്തിലെ ചില സ്വാധീനങ്ങൾ ദൈവം കീഴടക്കാൻ പോവുക. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലെ പദം പറയാം. ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ദേശത്തിനകത്ത്, കുടുംബത്തിനകത്ത് സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ചില ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ചില ദൈവം തൊടാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിനക്ക് വഴങ്ങാത്ത ചില സ്വാധീനങ്ങളെ, നിന്റെ മുമ്പിൽ കീഴടങ്ങാതിരുന്ന ചില സ്വാധീനങ്ങളെ ഇന്ന് രാത്രി നിന്റെ വഴികളെ മുഴുവൻ അടച്ച് സ്വാധീനം ചെലുത്തി നിന്ന റബാല ദേശത്തിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി ഉടയുകയോ. ശബാര ഹസ്തരാധനാദന അമ്പൽ ഖബാന അത്തര പ്രവാദന. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഞാൻ ആത്മാവിനെ പ്രാർത്ഥിക്കും. യെസ്, ഇന്ന് രാത്രി ഒരു വിഷയം പ്രാർത്ഥിക്കാൻ പോവാ. ഈ വിഷയം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എനിക്ക് അകത്തെ നിയോഗം തരുമോ സാവ് ഇന്ന് രാത്രി? യെസ്, നിന്നെ ചില സ്വാധീനിക്കുന്ന ചില മണ്ഡലങ്ങൾ, സ്വാധീനിക്കുന്ന തലമുറയെ സ്വാധീനിക്കുന്ന ഫിനാൻഷ്യൽ മേഖലകളെ സ്വാധീനിച്ചു വച്ചിരിക്കുന്ന അർക്കനം വേദികത്തനാദിയാസന വഴികളെ, നന്മകളെ സ്വാധീനിച്ചിരിക്കുന്ന, ആത്മീക ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് രാത്രി അതിന്റെ കുരുക്കുകൾ അഴിക്കാൻ പോവോ. ഇന്ന് രാത്രി എന്തോ ആത്മാവിനോട് പറയുന്നു, ചില കുരുക്കുകൾ അഴിയാൻ പോവോ. ഇന്ന് രാത്രി ചില സ്വാധീനങ്ങൾ അടരാ ജഗനഗതനഘടകസിയാതന അർക്കമനഘടക ശന്തര
ആരോ പറയുന്നത്, കർത്താവേ എനിക്കെന്താ ഇങ്ങനെ വന്നത്, എനിക്ക് മാത്രം എന്താ തടസ്സങ്ങൾ, എനിക്ക് മാത്രം എന്താ ജയമില്ലാത്തത്, എനിക്ക് മാത്രം എന്താ മുമ്പോട്ട് പോകാൻ കഴിയാത്തത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ചത്. ഇന്ന് രാത്രി ആത്മാവ് സ്വാധീനങ്ങൾ നിന്റെ മേൽ പൊട്ടിയാറാൻ പോവുക. ബിന്ദുവാനി, യാക്കോബിന്റെ ഏശാവിന്റെ ചരിത്രത്തിനകത്തെ അപ്പനോട് വന്നിട്ട് ഏശാവ് ചോദിക്കുന്നുണ്ട്, അപ്പാ ഒരനുഗ്രഹമെങ്കിലും എനിക്ക് തരാൻ ബാക്കിയുണ്ടോ? ഒരനുഗ്രഹം, ഒരനുഗ്രഹം. നിസ്സഹായാവസ്ഥയോടെ അപ്പന്റെ മുമ്പിൽ ചെന്ന് യാചിക്കുമ്പോ അപ്പൻ പറഞ്ഞു, മോനെ ഇനി ഒരനുഗ്രഹം പോലും ബാക്കിയില്ല, എല്ലാം യാക്കോബ് കൊണ്ടുപോയി. രാത്രി ആത്മാവിനോട് പറയുന്നു, നിനക്ക് കിട്ടേണ്ട പലതും ഇന്ന് രാത്രി മറ്റു പലതും കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കരങ്ങളിൽ വരേണ്ടിയിരുന്ന ചിലത് ഇന്ന് രാത്രി വഴിമാറിപ്പോയിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇല്ല, നിന്റെ മുഖം ഒടിയുന്നൊരു നാഴികയുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. അർത്ഥരാജകൽക്കനാദിയാതന. പിന്നെ ഈ ഏശാവ് ചോദിച്ചു, അപ്പ ഒരു അനുഗ്രഹങ്ങളും ഉണ്ടോ എനിക്ക്? പക്ഷെ അപ്പം പറഞ്ഞു, അനുഗ്രഹത്തെക്കാൾ അപ്പുറത്ത് ഒരു പദം ഞാൻ പറയാം. ഒരു ടൈം കഴിയുമ്പോൾ നിന്റെ കഴുത്തെ കിടക്കുന്ന നുകം പൊട്ടും. നിന്റെ നുകം പൊട്ടും. എനിക്ക് ഒരു കാര്യം അറിയാം, നിന്റെ കഴുത്തെ കിടക്കുന്ന നുകം പൊട്ടുന്ന ഒരു സീസണാണ്. ഇന്ന് രാത്രി ആത്മാംശങ്ങളെ പ്രവചിക്കുന്നു, നിന്റെ കഴുത്തെ കിടക്കുന്ന ചില നുകങ്ങൾ ഇന്ന് രാത്രി ഓടിയാൻ പോവുക. യെസ്, റബാല ശഖര അർച്ചന ജഗനഘടക ശബ്ദരാധനാഥന. വീതി എഴുതി വെച്ച ചില നുകങ്ങൾ ഇന്ന് രാത്രി ഉയരത്തില്ലെന്നും നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നും വീതി എഴുതിയ ചില നുകങ്ങൾ ഇന്ന് രാത്രി ഓടിക്കാൻ പോവോ. പ്രഭാതന. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ആത്മാവാരോടൊക്കെ ശബ്ദം ഇന്ന് രാത്രി അയക്കുക, ഇന്ന് രാത്രി ആരോടൊക്കെ സംസാരിക്കുക, ഇന്ന് രാത്രി ആരോട് സംസാരിക്കുക. ഇന്ന് രാത്രി ചില നുകങ്ങൾ, ആരൊക്കെ കരയുന്നവരുണ്ട് ഇതിനകത്ത്, കർത്താവേ എനിക്കിനി എന്തെങ്കിലും തരാനുണ്ടോ? സന്തരാധനാഥന അർച്ചന, എനിക്ക് നഷ്ടപ്പെട്ടു പോയി കർത്താവേ, എനിക്കത് തിരികെ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ചിലരോട് ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഇന്ന് രാത്രി ചില നുകങ്ങൾ പൊട്ടാൻ പോവുക. ഇന്ന് രാത്രി യെസ് 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 റാബാല യെസ് യെസ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്രവരുണ്ട്? ആ ശിരസയിലോട് കൈവച്ചിട്ട് പറ, ഇന്ന് രാത്രി എന്റെ നുകം പൊട്ടുന്ന രാത്രിയാ, എന്റെ നുകം പൊട്ടാൻ പോവാ, എന്റെ മേൽ വെച്ച നുകം പൊട്ടാൻ പോവാ. യെസ്, പ്രഭാതനാഥന ദീപൽ ഖമനകഥന വൈഡപ്രഭാതന ഘടകസിയാതന. നിന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചില പൈശാചിക മേഖലകൾ ഇന്ന് രാത്രി അഴിയാൻ പോവുക. അവരുടെ സ്വാധീനങ്ങൾ തകരാൻ പോവുക. കൂടോടെ ഇന്ന് രാത്രി പൊട്ടാൻ പോവുക. പ്രഭാതന. യെസ്, ഇന്ന് രാത്രി നമ്മൾ സാധാരണക്കാരല്ല ബീനാൻഡി. ഇന്ന് രാത്രി അധികാരമുള്ളവനാ. അധികാരമുള്ളവൻ ചെയ്ത കാര്യം എന്തെന്നറിയാമോ? അശേരയുടെ പ്രതിഷ്ഠകളെ നീക്കം ചെയ്തു. അധികാരമുള്ളവൻ ചെന്ന് ചെയ്തെന്നറിയാമോ? അപ്പൊ വെട്ടിക്കളയേണ്ടതിനെ വെട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി അന്വേഷിക്കേണ്ടവനെ അന്വേഷിച്ചു. ഇന്ന് രാത്രി ആത്മീക അധികാരത്തിനകത്തെ കയറിവോ. ഇന്ന് രാത്രി ആത്മ പറയുന്നു, ചില ആത്മീക അധികാരങ്ങളിലേക്ക് കയറിവോ. ആത്മീക അധികാരങ്ങളിലേക്ക് കയറിവോ. എത്ര നാൾ നീ കൃമിയും പുഴുവാന്ന് പറയും? എത്ര നാൾ നീ കൃമിയാ പുഴുവാ? ഒന്നുമില്ലെന്ന് പറയും. ഇന്ന് രാത്രി ദൈവം തന്ന അധികാരത്തെ, ദൈവം തന്ന ആയുധത്തെ യൂസ് ചെയ്യുക, ഉപയോഗിക്ക്. ജലപ്രഭാതം. നമ്മുടെ പൗരത്വത്തെ കുറിച്ച് ബോധം ഉണ്ടാവണം. എത്ര പേർക്ക് മനസ്സിലാവുന്നു? നമ്മുടെ മേൽ കിടക്കുന്ന പൗരത്വം സ്വർഗീയ പൗരത്വമാണ്. ഹലോ. ഇന്ന് രാത്രി ഒരു രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇന്ന് രാത്രി ആ തലം ഇന്ന് രാത്രി ഓപ്പൺ ചെയ്തേ. ഇന്ന് രാത്രി പറഞ്ഞ സാധാരണ വ്യക്തിയല്ല, ഞാനൊരു രാജകീയ പുരോഹിത വർഗമാ, സ്വന്തം ജനമാ. ഇന്ന് രാത്രി പറ, ആത്മാവി പറ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഇന്ന് രാത്രി ഞാനൊരു രാജകീയ പുരോഹിത വർഗമാ.
ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇതിനകത്ത് എത്ര പേര് റിസീവ് ചെയ്യുന്നുണ്ട്, എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? യെസ്, ആ ആത്മീക അധികാരത്തെ തൊടുന്നുണ്ട്. എല്ലാവർക്കും സമാന അസത്തര പ്രഭാതനം എച്ചത്താല് ചെയ്യും, എച്ചത്താല് ചെയ്യും. ശ്രദ്ധിച്ചേ, ആശ ചെയ്തെന്ത് അറിയാമോ? ആശ പറയുക, ഞാൻ യുദ്ധം ചെയ്തോണ്ടൊന്നുമല്ല, ഞാനൊന്നും ചെയ്തുകൊണ്ടൊന്നുമല്ല, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാ നമുക്ക് ദൈവം വിശ്രമം നൽകിയത്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാ ദൈവം നമുക്ക് ജയം തന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, നിന്റെ കഴിവ് കൊണ്ടൊന്നും നിനക്ക് നേടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കാതെ നിനക്കൊരു ജയം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി പറ, കർത്താവേ, ഞാൻ അങ്ങേ അന്വേഷിക്കാൻ തയ്യാറാ. ഇന്ന് രാത്രി ഞാൻ കണ്ടെത്തും. എന്റെ കർത്താവിനെ കണ്ടെത്താതെ കിട്ടുന്നില്ല, കിട്ടുന്നില്ല. ഇന്ന് രാത്രി കയറി വരുന്നില്ല, കണക്റ്റാവുന്നില്ല. വന്നേ, വന്നേ. ഉടവരബാധന ഹത്തനാഥന. പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനാ. ഇന്ന് രാത്രി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനാ, നിന്നെ സ്വാധീനിക്കാനാ അവന്റെ തന്ത്രം. പക്ഷെ ഇന്ന് രാത്രി നീ സ്വാധീനിക്കേണ്ടവനെ സ്വാധീനിക്കും. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കും. അതോ, ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ഇന്ന് രാത്രി സ്വാധീനങ്ങൾ പൊട്ടിമാറും. അടരാധനാജല പ്രഭാതനകര ഘടക ശബ്ദ അർത്ഥപ്രഭാതിയാളെ രക്ഷസിയാതന. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ദൈവം വിശ്രമം നൽകും, സ്വസ്ഥത നൽകും. ഹലോ, റികൽക്കമനകര അവർ പട്ടണങ്ങളെ പണിയും. ഇന്ന് രാത്രി റികൽക്കമന അടുത്ത വാക്കെന്ന് എഴുതിയെന്നറിയോ? അവർ പട്ടണങ്ങളെ വെടിപ്പായി പണി തീർത്തുന്ന എഴുതിയിരിക്കുന്നത്, വെടിപ്പായി പണി തീർത്തു. ഇന്ന് രാത്രിയിൽ സ്തോത്രം ബാലൻസ് വരുമെന്നല്ല, ഇന്ന് രാത്രി ചില തടസ്സം വന്ന് കിടക്കുമെന്നല്ല, ഇന്ന് രാത്രി ചില തീർക്കേണ്ട ചില പണികളെ തീർക്കാൻ പാകത്തിന് ഇന്ന് രാത്രി ദൈവം ചില അത്ഭുതങ്ങൾ തുറന്നു തരാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ ഇതേ കരത്തെ തന്നെ ദൈവം ബലപ്പെടുത്താൻ പോവുകയാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഓക്കെ, അടുത്ത വാക്ക. ഇനി ഞാൻ അവന്റെ ബലം പറയാൻ പോവാ. ദൈവത്തെ അന്വേഷിച്ച് അവന്റെ ബലം പറയാൻ പോവാ. ഓക്കെ, ആസയ്ക്ക് വൻവരിഞ്ഞയും കുന്തവും എടുത്തവരായി 3 ലക്ഷം യഹൂദരും ചെറുവരിഞ്ഞ എടുക്കാനും വില്ല് കുലയ്ക്കാനും പ്രാപ്തരായി 2,80,000 ബെന്യാമീന്യരും ഉള്ളൊരു സൈന്യം ഉണ്ടായിരുന്നു. എത്ര പേരുണ്ട് സൈന്യത്തിനകത്ത്? 2,80,000 പേരും 3 ലക്ഷം പേരും. അന്നേരം 3 2 5 5,80,000 പേരുണ്ട് സൈന്യത്തിൽ. എത്ര പേരുണ്ട്? 5,80,000 പേർ. ഇനി അടുത്തൊരു പദം പറയാം, ഇവർ സാധാരണക്കാരല്ല. ഈ 5,80,000 പേര് പരാക്രമശാലികളാ. പറഞ്ഞേ, പരാക്രമശാലികൾ, പരാക്രമശാലികൾ. ഈ സാധാരണ ആൾക്കാരല്ല, പരാക്രമശാലികളാ. സ്തോത്രം, പരാക്രമശാലി. ഈ പദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യനോട് ദൈവത്തിന് ദൂതം എന്ന് പറഞ്ഞു, പരാക്രമശാലിയെ. ഹലോ, പരാക്രമശാലിയെ. അദ്ദേഹത്തിന്റെ പേര് ഗിദെയോൻ എന്നാ. ഗിദെയോൻ, ഗിദെയോൻ. സ്തോത്രം. ഞാൻ എന്റെ ഭാഷയിൽ പറയാം, 5,80,000 ഗിദെയോന്മാരുണ്ടായിരുന്നു കൂടെ. ഹലോ, പറ, 5,80,000 ഗിദെയോന്മാർ ആർക്കുണ്ടായിരുന്നു? സ്തോത്രം, പരാക്രമശാലികൾ ആശയ്ക്കുണ്ടായിരുന്നു. അടുത്ത തല ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇനിയാ പ്രശ്നം. സ്തോത്രം, എല്ലാം പറഞ്ഞിട്ട് അടുത്തതാ ബിന്ദു ആന്റി. 10 ലക്ഷം പേരും ഒരു 300 സ്തോത്രം 300 രഥവും ഉള്ളൊരു സൈന്യം പ്രാർത്ഥിക്കുന്നവന് നേരെ, ദൈവത്തെ അന്വേഷിക്കുന്നവന് നേരെ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. ഇനിയാണ് വിഷയം, ഇനിയാണ് വിഷയം. അന്വേഷിച്ചതല്ല വിഷയം. ഇന്നത്തെ ഞാൻ പറയാം, നീ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, നീ ദൈവസന്നിധിയിൽ പണിയാൻ തുടങ്ങുമ്പോൾ നിനക്ക് നേരെ ചില വെല്ലുവിളികൾ എഴുതേക്കാൻ തുടങ്ങും. അല്ലെന്നുവെച്ച നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് ചില വെല്ലുവിളികൾ നമുക്ക് നേരെ എഴുന്നേക്കാൻ തുടങ്ങും.
അവർ നമുക്ക് ജയിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സൈന്യം പോലെ എഴുന്നേറ്റ് വരും. അടകര ധനാരഹസ്യ 5,80,000 പേരും 10 ലക്ഷം പേര് എവിടെ കിടക്കുന്ന വെച്ചാ 10 ലക്ഷം പേരെ ജയിക്കാൻ 5,80,000 പേർക്ക് കഴിയുമോ? ബിന്ദു ആന്റി? കഴിയത്തില്ല. പോരാത്തതിനെ കുന്തോ പരിചയല്ല അവരെ ഇരിക്കുന്നേ. 300 രഥങ്ങളാ, 300 രഥങ്ങൾ. ഇന്ന് രാത്രി ഞാൻ പദം പറയാം, ആത്മാവ് പറയാ, പ്രേരിപ്പിക്കുന്ന ഒരു പദം പറയാം. എന്നെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല, കർത്താവേ തകരാൻ പോകുവാണെന്ന് ചിന്തിക്കുന്ന ചിലരോട് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി നീ കണ്ടെത്തവനെ അന്വേഷിക്കേണ്ടവനെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കാൻ തയ്യാറായ ഇന്ന് രാത്രിയിൽ നീ പരാജയപ്പെടത്തില്ല. ഇന്ന് രാത്രിയിൽ പിതാക്കന്മാർ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ നീ പരാജയപ്പെടത്തില്ല. യഹോവയെ അന്വേഷിക്കുന്നവൻ പരാജയപ്പെട്ട ചരിത്രമില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിച്ചവൻ പരാജയപ്പെടത്തില്ല. എന്തോ ആത്മാവ് ഒരു വാക്കിനോട് പറയുന്നു. ഇന്നലകളിൽ പരാജയം അനുഭവിച്ച നിന്നോട് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇന്നലകളിലെ പരാജയമല്ല നിന്നെ ഇന്ന് രാത്രി ജയിപ്പിക്കുന്നൊരു ആത്മാ അഭിഷേകം ഇന്ന് രാത്രി ചലിപ്പിക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. അർത്ഥരാ ജഗൽ കവനങ്ങളുടെ രസ്യാതന ചില വിധികൾ തലവേന്ന് നീ മാറ്റാൻ പോവുക ഇന്ന് രാത്രി. പ്രഭാവന ഉടമല ചരിത്രത്തെ ആവർത്തിക്കാതെ ഇന്ന് രാത്രി ചരിത്രം വ്യത്യസ്തമാകാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഇന്നലെയുള്ള ചരിത്രത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രാർത്ഥന. ഇനി ഞാനൊരു പദം പറയാം. 5,80,000 പേരുണ്ടായിരുന്ന സൈന്യവുമായി നിൽക്കുന്ന ആ ചെയ്ത് എന്തെന്നറിയാമോ? ദൈവസന്ധി പോയി മുട്ടുമടക്കി. എന്നിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതാ നമ്മുടെ വിഷയം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് പ്രാർത്ഥിക്കുക. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഇന്ന് രാത്രി എന്നോട് ആത്മാവ് പറയാം, ചിലരുടെ പ്രാർത്ഥനയായത് സഹായിക്കാൻ മറ്റാരുമില്ല, സഹായിക്കാൻ മറ്റാരുമില്ല, സഹായിക്കാൻ മറ്റാരുമില്ല. ആ വാക്ക് പരിശുദ്ധാത്മാവ് എന്നോട് അടിവരയിട്ട് പറയുക, സഹായിക്കാൻ മറ്റാരുമില്ല. ഇന്ന് രാത്രി നിന്റെ ഈ വിഷയത്തിനകത്ത് സഹായിക്കാൻ മറ്റാരുമില്ല. നിനക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ വിഷയത്തിന് നടുവിൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങാൻ പോവുക, ദൈവം ഇറങ്ങാൻ പോവുക. റബാല ഹത്തരാധനാധന ഉടമന ഹതനകരകഥനകടകസിയാധന. എന്റെ മനസ്സിനകത്ത് ദൈവാത്മ വേറെ ചിന്ത തരിക. ഹിസ്കിയാവെന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ബിന്ദു ആന്റി, ഹിസ്കിയാവെന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞ പ്രാർത്ഥന ഇങ്ങനെ, കർത്താവേ നോക്കിയേ, കണ്ടോ അവര് നിന്ദിക്കുന്ന നിന്ന കണ്ടോ, അവര് പരിഹസിക്കുന്ന പരിഹാസം കണ്ടോ, ഹലോ കണ്ടോ? പുള്ളി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞെന്നറിയാമോ? നിന്ദിച്ചവന്റെ മുമ്പിൽ നീ വളരാൻ പോവാന്ന്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നിന്ദിച്ചവന്റെ മുമ്പിൽ നീ വളരാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന തിരിയാൻ പോവുക. ഇന്ന് രാത്രി ആത്മാവ് റിസീവ് പറ, എന്റെ പ്രാർത്ഥന തിരിയാൻ പോവുക. ഇന്ന് രാത്രി സ്വർഗത്തെ ചലിപ്പിക്കുന്ന ചില പ്രാർത്ഥനകൾ എഴുന്നേക്കാൻ പോവുക. സ്വർഗത്തെ ചലിപ്പിക്കുന്ന അതിവേഗത്തിൽ ചില വിടുതലുകൾ കൊണ്ടുവരാൻ പോവുക ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി പറ, ഇതുവരെ നടക്കാത്ത ചില വിടുതലുകൾ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോവുക. ഇന്ന് ശുശ്രൂഷയിൽ നീ അനുഭവിക്കാൻ പോവുക. ഇന്ന് രാത്രി യുദ്ധക്കളത്തിൽ നീ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആയുധം, പ്രാർത്ഥന എന്ന ആയുധം ഇന്ന് രാത്രി ഉപയോഗിക്കുക. നിനക്ക് സാധിക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്നിടത്ത്, നിനക്ക് കഴിവില്ലെന്ന് നീ പറയുന്നിടത്ത് ഇന്ന് രാത്രി ഒന്ന് കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അപ്പ
എനിക്ക് ഇന്നത് കഴിയത്തില്ല കേട്ടോ, എന്നെ സാധിക്കത്തില്ല, എനിക്ക് കഴിവില്ല കർത്താവേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പലപ്പോഴും പറയുന്നിടത്ത് ദൈവം എനിക്ക് ജയം തന്നിട്ടുണ്ട്, ജയം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ പദം പറയാം. Praise the Lord. എന്നിച്ച ഈ നമ്മുടെ വിഷയം ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താൽ ഇന്ന് രാത്രിയിൽ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. തീർപ്പ് കൽപ്പിക്കേണ്ട ദൈവം വിഷയത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കും. പണിയേണ്ടതിനെ പണിയും, പൊളിക്കേണ്ടതിനെ പൊളിക്കും. ഇന്ന് രാത്രിയിൽ അടിസ്ഥാനം തൊട്ട് കെട്ടിപ്പൊക്കി പണിയാൻ എന്റെ ദൈവം വിശ്വസ്തന. പ്രഭാതന. ഇന്ന് രാത്രി ചില പണികൾ സംഭവിക്കുക, ഇന്ന് രാത്രി ചില പണികൾ സംഭവിക്കുക, ഇന്ന് രാത്രി ചില ഉയർച്ചകൾ വെളിപ്പെടാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നോ പറ, എന്റെ ലൈഫിൽ സംഭവിക്കട്ടെ കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർ പറയുന്നുണ്ട് എന്റെ ലൈഫിൽ സംഭവിക്കട്ടെ? ശരിക്കും ആശയുടെ പ്രാർത്ഥന അച്ഛാ, ഒരു സൈന്യം കൂടെ ഉണ്ടായിട്ടും ആശ പറയുക എനിക്ക് ജയിക്കണമെങ്കിൽ ദൈവം ഇറങ്ങി വന്നേ പറ്റൂ. ഇന്ന് രാത്രി അങ്ങനെ സമ്മതിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? എനിക്ക് ജയിക്കണമെങ്കിൽ ദൈവം കൂടെ വേണം, ദൈവ സാന്നിധ്യം കൂടെ വേണം. ഇന്ന് രാത്രി അങ്ങനെ ചോദിക്കുന്നവന് വേണ്ടി ദൈവ സാന്നിധ്യം ചലിക്കാൻ പോവുക. ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി കണ്ടെത്താവുന്ന കാലത്ത് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. നിങ്ങൾ കണ്ടെത്ത്. രാത്രി നിങ്ങൾക്കൊരു പ്രോബ്ലം വരുന്നെന്ന് അറിഞ്ഞാൽ ദൈവം ഇറങ്ങി വരാതിരിക്കത്തില്ല. ഒരു പ്രശ്നത്തിനറിയ ദൈവം മൗനമായിരിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു ഇറങ്ങി വരും, ഇറങ്ങി വരും. അപാരതര അച്ചരാതര. ആശ പറഞ്ഞു കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, എനിക്ക് വേറൊരു ആശ്രയമില്ല. ഞാൻ ചോദിച്ചു, ആസെ കുന്തമില്ലേ, വില്ലില്ലേ, 5,80,000 പടയാളികൾ നിന്റെ കൂട്ടത്തിലില്ലേ? ആസ പറഞ്ഞു, അവർക്കൊന്നും നേടിയെടുത്ത് തരാൻ കഴിയാത്തൊരു വിജയം എന്റെ ദൈവത്തിന് മാത്രമേ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇതിന് ജയം സംഭവിക്കണമെങ്കിൽ ഇതിനകത്ത് ആത്മാവിനോട് പറയുക, ആര് കൈവച്ചാലും കിട്ടാത്തൊരു വിടുതൽ അർക്കമാരകതന രഹസ്യാതന. ഇതിനകത്ത് ആത്മാവിനോട് പറയുന്നു, എത്ര പേര് കൈവച്ചിട്ടും കിട്ടാത്ത ഒരു വിടുതൽ. അർക്കം വേരികത്തനാൽ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് കൈകാര്യം ചെയ്യാൻ പോവുക. അർക്കപ്രഭാതന ഘടകസ്യാതന. പലരും പയറ്റി നോക്കിയിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ, ഇതിന്റെ മുമ്പിൽ അടഞ്ഞതുപോലെ കിടക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നു അതിനകത്തൊരു ജയം കർത്താവ് തരാൻ പോവുക, അതിനകത്ത് ജയം കർത്താവ് തരാൻ പോവുക. അടുത്ത വാക്ക് പ്രാർത്ഥിച്ചു നിർത്തപ്പോൾ അടുത്ത വാക്ക് എന്തെഴുതിയിരിക്കുന്നു അറിയാമോ? അപ്പോൾ യഹോവ ആസയുടെയും യഹൂദിയുടെ മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി, കൂശ്യർ ഓടിപ്പോയി. അങ്ങനെ എഴുതി നോക്കിയേ, ഇന്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്ന വിഷയത്തെ നീ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നീ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിന്റെ വിടുതൽ വേഗത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, വേഗത്തിൽ ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് പറഞ്ഞു തീരുന്നതിനേക്കാൾ മുമ്പ്, നീ പ്രാർത്ഥിച്ചു തീരുന്നതിനേക്കാൾ മുമ്പ്, ഓ പ്രാർത്ഥിച്ചു തീരുന്നതിനേക്കാൾ മുമ്പ് ശമാരകത്തുര പ്രഭാതന യേശബൻ അധികാരമുള്ള നാമത്തിൽ ഓമനാനെ പ്രാർത്ഥിച്ചു തീരുന്നതിനേക്കാൾ മുമ്പ് ചില വിടുതലുകൾ കൂടാരത്തിനകത്ത് ദൈവം കൈമാറും. ലാർഥാമാന ശബ്ദരാധന. എന്റെ നാവുണ്ടല്ലോ, ഞാൻ അകത്തേക്ക് ഇടുന്നതിനേക്കാൾ മുമ്പ് ചില ദൈവ പ്രവർത്തികൾ ഇന്ന് രാത്രി തുറന്നു വരും. അർക്കപ്രവാചകരുടെ ശബ്ദരാധനാധന. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ഇന്ന് രാത്രി ആ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് രാത്രി ഓ ഹത്തരാധന. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിച്ചേ, ആ പദം ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേഗത്തിൽ പോകുന്നത്. ഇനാന്റി പുള്ളി എല്ലാത്തിനും സക്സസ് ആയി. ദൈവത്തെ അന്വേഷിക്കുന്ന സക്സസ് ആയി, ചെന്നിക്ക് സക്സസ് ആയി. ഇങ്ങനൊരു വാക്യം കഴിഞ്ഞിട്ടുണ്ട്, ഈ ആശാരാജാവേ
തന്റെ അമ്മയായ മയക്കയെയും അവൾ അശേരയ്ക്ക് ഒരു മേച്ചവിഗ്രഹം ഉണ്ടാക്കിയത് കൊണ്ട് രാജ്യസ്ഥാനത്ത് നീക്കിക്കളഞ്ഞു. ഓക്കെ, പുള്ളിക്കാരനെ സ്വന്തം കുടുംബത്തിനകത്ത് അമ്മയെന്നോ അപ്പനെന്നോ ഒന്നും വ്യത്യാസം പുള്ളി അങ്ങ് ഇടപെടുക, ദൈവഹിതമില്ലാത്തതിനെയൊക്കെ നീക്കിക്കളയാൻ അങ്ങ് തയ്യാറായി. സ്തോത്രം. പക്ഷെ ഞാനൊരു പദം പറയാം കേട്ടോ, നമ്മൾ എല്ലാത്തിനും വെട്ടാനും കുത്താനും ഇറങ്ങുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, അടയ്ക്കേണ്ട പഴുത് മുഴുവൻ അടയ്ക്കണം. ഇന്ന് രാത്രി കുറ്റി ബാക്കി വെച്ചേച്ച് ഇന്ന് രാത്രി ആരാധിക്കാൻ നിൽക്കരുത്. പിന്നെ ഈ നമ്മുടെ ഈ മുറ്റത്തെ പോച്ച എത്തുമ്പോഴേ പുല്ലി എത്തുമ്പോഴേ ഞങ്ങളൊക്കെ ചെത്താൻ വേണ്ടി ചെല്ലുമ്പോ അപ്പനും അമ്മയും പറയും, ഇവിടെ മക്കളെ പൂവ് പിടിച്ച് ചെത്തുമ്പോഴേ അതിന്റെ മൂടോടെ എന്ത് ചെയ്യണം പറഞ്ഞേ, മൂടോടെ എന്ത് ചെയ്യണം, മൂടോടെത്തില്ലെങ്കിൽ കുഴപ്പം, അടുത്ത മണിക്ക് ഇവൻ കയറി വരും. മൂടോടെ പൊക്കിയില്ലെങ്കിൽ എനിക്ക് ആത്മിക ദൂതകത്തുനിന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ടാ സ്വത്രം എന്റെ അകത്ത് ഇങ്ങനെ വെമ്പൽ കൊള്ളുക ദൂരത്തിന് പറയാൻ, പക്ഷെ എന്റെ അകത്ത് കാറ്റ് മാത്രമേ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പറയുന്നത്. ശ്രദ്ധിച്ചേ, സ്തോത്രം. നമ്മളത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക, മെയിനൊരു പ്രാർത്ഥനയ്ക്കായിട്ട് പോവുക. സ്തോത്രം. ഈ വചനം ഒത്തിരി എന്നാ പറയാ, എന്റെ ഒരു ആഗ്രഹമാണ് വചനത്തിന് വെളിപ്പാടുകൾ പറയണം, എപ്പോഴും വെളിപ്പാടുകൾ ആഴത്തിൽ പറയണം. ഞാൻ എപ്പോഴും ദിവസം പ്രാർത്ഥിക്കുന്ന കാര്യമാ ചോദിച്ചാ, വചനത്തിന് എത്രത്തോളം ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റുമോ ആ റൂട്ടിൽ പോയി വചനത്തിനകത്ത് ഇറങ്ങിയിരിക്കണമെന്ന് ഈ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വചനം വായിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കും, ചിലപ്പോൾ 2 മണിയാവും, ചില 3 മണിയാവും. ഞാൻ അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഈ സത്യങ്ങൾ തപ്പിയെടുക്കുക, അതിനകത്ത് ആട് നിൽക്കുന്ന സത്യങ്ങൾ തപ്പിയെടുക്കുക ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഈ വചനം പഠിക്കുന്നവരൊരു ഇൻവെസ്റ്റിഗേറ്റർ ആവണം എന്ന് പറയുന്നത് ഭയങ്കര സത്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ പറഞ്ഞ് ഇതിനകത്ത് പോയി പച്ചയായ സത്യങ്ങൾ പൊക്കിയെടുക്കണം. അത് ചെറിയ കാര്യമല്ല, വില കൊടുക്കണം, വില കൊടുത്താലേ ഇത് കിട്ടത്തുള്ളൂ. സ്തോത്രം. ഈ പ്രവചനവും ഈ എന്നാ പറയാ ഈ ദൂതുമൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലല്ല വചനം കൈകാര്യം ചെയ്യുന്നത്. വചനം ഇരുവാറ്റുള്ള വാള. ഏത് വചനം കൊണ്ടാണോ വെട്ടുന്നേ അതേ വചനം കൊണ്ട് നിനക്കും വെട്ടി കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? പറഞ്ഞേ ഈ വചനത്തോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. കാരണം വചനം ഇരുവാറ്റലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. ഇതിനൊരു ഇരുവാറ്റലുണ്ട്. നമ്മൾ അങ്ങോട്ട് വെട്ടുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ ഇങ്ങോട്ടും വെട്ടുകൊള്ളൂ. പറഞ്ഞേ, നമ്മുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ തിരിച്ചും വെട്ടുകൊള്ളൂ. സ്വത്രം. അതാ വചനത്തിന്റെ പ്രത്യേകത. ഞാൻ ഇന്ന് പറയോ, ഈ വേരോടെ ചിലത് പിഴുതു കളഞ്ഞില്ലെങ്കിൽ അടുത്ത മഴയാകുമ്പോ അത് പൊട്ടിക്കളിക്കും. ആശ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ, ദൈവഹിതം അന്വേഷിക്കുന്നതിൽ, ആശാരെ വെട്ടുന്നതിൽ, ബിംബങ്ങൾ നീക്കിക്കളയുന്നതിൽ വിജയിച്ചു. പക്ഷേ പൂജാഗിരികളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആശയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ ചില ശേഷിപ്പുകൾ ദേശത്തിനകത്ത് മറിഞ്ഞു കിടക്കുക. ഇന്ന് രാത്രി എല്ലാം വെട്ടിയെന്നും പറഞ്ഞ്, എല്ലാം നീക്കിയെന്ന് പറഞ്ഞ് നീ ആഘോഷിക്കുമ്പോഴും ആശ്വസിക്കുമ്പോഴും നീ സ്വസ്ഥമായി ഇരിക്കുമ്പോഴും ദൈവാത്മാവ് അവിടെ കുറിച്ചു വെച്ചു, നീക്കേണ്ട ചിലത് ഇനിയും നീക്കാനുണ്ട്, പിഴുതെറിയേണ്ട ചില വേരുകൾ ഇനിയും പിഴുതെറിയാനുണ്ട്. ഇതിന്റെ അടിവേര് പറിക്കാതെ ഇന്ന് രാത്രി ഹസ്തരാധരാധന എന്നോട് ആത്മാവ് പറയുന്നു, നിന്റെ അടിവേര് പിഴുതെറിയാൻ പാകത്തിന് ചിലർ ഇപ്പോഴും മണ്ണിനകത്ത് കിടപ്പുണ്ട്, ഇപ്പോഴും നിന്റെ കൂടാരത്തിൽ കിടപ്പുണ്ട്, നിന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അതിനെ നീക്കം ചെയ്യുക. ഓ റാബാല ശാഖാര ഹത്തര ഉടപരബല ശംബരാധന വൈരപ്രവാദനകളുടെ കൃഷിയാധന ദൂതുകൾ തിരിയുന്നു. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ അടിവേര് പിഴുതെറിയാൻ പാകത്തിൽ ചിലത് നിന്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ നീ വഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ നിന്റെ നാശത്തിന് കാരണം വച്ചിരാനല്ല, ഇന്ന് രാത്രി നിന്നെ നിത്യജീവനിലേക്ക് നയിക്കാനാ വചനം വെളിപ്പെടേണ്ടത്.
ഞാനേ നിന്നൊരു പദം പറയാച്ച ലഭിച്ച ഈ പോച്ച ചെത്തുമ്പോ പലപ്പോഴും നമ്മൾ ചെത്തിക്കളയുന്നത് മുകൾ ഭാഗമാണ്. എത്ര എത്തിയാലും വേര് പലതും പിഴുതെറിയത്തില്ല. പിഴുതെറിയത്തില്ല. അതിന് കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കുന്ന ആയുധത്തിന് മൂർച്ചയില്ല. പറഞ്ഞേ, ആയുധം എന്തോ ഇല്ല, മൂർച്ചയില്ല. വിചാരിച്ച മൂർച്ചയില്ലാത്ത മൺവെട്ടി കൊണ്ട് വെട്ടിയാൽ വേര് വരത്തില്ല. അതിന്റെ പച്ചപ്പ് വെട്ടിയെടുക്കാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. പറഞ്ഞേ, അതിന്റെ പച്ചപ്പ് വെട്ടിയെടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അതിന് വേര് വെട്ടിയെടുക്കാൻ നമുക്ക് പറ്റിയില്ല. ഇതുവരെ കിടന്നുകൊണ്ട് ആശയ്ക്കുണ്ടായ പ്രശ്നം എന്ന് അറിയാമോ? ആശയുടെ ഇന്നലെ വരെ ദൈവത്തെ അന്വേഷിച്ചവന്റെ അന്വേഷണം തിന്നുപോയി. അവൻ ദൈവത്തെ വെച്ച് അകന്നു. ബന്ധം പോയി. അച്ഛാ, ഒരു കാലത്ത് നിങ്ങൾ ശോഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇന്നും ബന്ധമുണ്ടോ എന്നുള്ള വിഷയം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഒരു കാലത്ത് ഞാൻ ഒത്തിരി നേടിയതാ, ഞാൻ ഒത്തിരി പ്രസംഗിച്ചതാ, ഞാൻ ഒത്തിരി സൗഖ്യം കണ്ടതാ, പറയൂ, അതൊന്നും കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ചോദ്യം, നീ പ്രാപിച്ചത് ഇപ്പോൾ നിന്റെ അകത്തുണ്ടോ? നീ പ്രാപിച്ചത് ഇപ്പോൾ നീ സൂക്ഷിച്ചിട്ടുണ്ടോ? എല്ലാം കളഞ്ഞു കുടിച്ചേച്ച് ഇതിനകത്ത് വന്നിരുന്ന അന്യഭാഷ പറഞ്ഞാൽ ഇന്ന് രാത്രി നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവി പറയാ, എല്ലാം ശന്തനാദിയാതന മനുഷ്യത്തിന്റെ ആത്മാവുണ്ട്. മാനസികമായും അന്യഭാഷ പറയാൻ പറ്റും, ആത്മാവിനും അന്യഭാഷ പറയാൻ പറ്റും. അല്ലോ ഞാൻ മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുടെ ആരാധനയുണ്ട്, ഇന്ന് രാത്രി ആത്മാവിന്റെ ആരാധനയുണ്ട്, ഇന്ന് രാത്രി ബുദ്ധിയുടെ ആരാധനയുണ്ട്. എത്ര നാൾ സഞ്ചരിക്കും? സ്തോത്രം. ബുദ്ധിമണ്ഡലങ്ങൾ ഇന്ന് രാത്രി നിശ്ചലമാകുന്ന സമയമുണ്ട് അച്ഛാ. ബുദ്ധിമണ്ഡലങ്ങൾക്ക് വിരാമമിടുന്നൊരു സമയമുണ്ട്. പക്ഷെ ആത്മമണ്ഡലത്തെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ശക്തിയും കഴിയത്തില്ല. ആത്മമണ്ഡലത്തെ പ്രാർത്ഥനയെ, ആത്മമണ്ഡലത്തെ ആരാധനയെ, ആത്മമണ്ഡലത്തെ ബന്ധത്തെ തടയാൻ അത്തരപ്രഭാതന ഘടകസിയാം. ഞാൻ വിഷയത്തിലേക്ക് കയറി വരുക. സ്തോത്രം. റീനാൻഡി വേര് ബാക്കി വെച്ചു. പുള്ളി വേര് ബാക്കി വെച്ചു. വേരിപ്പോഴും മണ്ണി കിടക്കല്ലേ. എന്തൊക്കെ നീക്കിയിട്ടെന്തോ കാര്യം, വേരിപ്പോഴും മണ്ണി കിടക്കല്ലേ. പുള്ളിക്ക് ആകപ്പാടെ പറ്റിയത് അത് മാത്രമാ. പക്ഷേ അടുത്തൊരു തലമുറയെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി, യോശിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ എഴുന്നേറ്റിട്ട് അവൻ ചെയ്ത കാര്യം എന്ന് അറിയാമോ? ഇതിനെ മുഴുവൻ ഉടച്ചു കളഞ്ഞിട്ട് ശുദ്ധീകരിക്കേണ്ട മേഖല മുഴുവൻ ശുദ്ധീകരിക്കാൻ തുടങ്ങി, ദേശത്തെ ശുദ്ധീകരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പദം പറയാൻ കേട്ടോ, നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടുത്തൊരു തലമുറ നീ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി നീ ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി വേറെ ഒരുക്കുമെന്ന് അറിയുമോ? ഇന്ന് രാത്രി നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തോളം എന്നുള്ള ചിന്ത അവസാനിപ്പിക്കില്ല. ദൈവത്തിന് വേറെ ചിലരെ ഒരുക്കാൻ കഴിയും. പ്രഭാതന യോശിയ എഴുന്നേറ്റിട്ട് ദേശത്തിനകത്ത് നീക്കം ചെയ്യേണ്ടതിന് മുഴുവൻ നീക്കം ചെയ്ത്, ഉടച്ചു കളയേണ്ടതിന് ഉടച്ചു കളഞ്ഞിട്ട് ശുദ്ധീകരിക്കേണ്ട മേഖല മുഴുവൻ ശുദ്ധീകരിച്ചു. ഇന്ന് രാത്രി ഞാൻ പദം പറയാൻ കേട്ടോ, ചിലരൊക്കെ പരാജയത്തിനകത്ത് പോയപ്പോൾ ഘടകസിയാതന അന്വേഷിച്ചത് ശരിയാ. ബിന്ദു ആന്റി, ഒരു കാലത്ത് ആരാധിച്ചത് ശരിയാ, അന്യഭാഷ പറയുന്നത് ശരിയാ, പക്ഷെ ബന്ധമില്ലാത്ത സംസാരം കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലരും പിച്ചുമ്പേയും പറയുക. ഞാൻ ആ വാക്ക് അങ്ങനെ പറയുക, പലരും പിച്ചുമ്പേയും പറയുക. പിച്ചുമ്പയുടെ പ്രശ്നം എന്താ പറയാമോ? സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ, സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്വയത്തിൽ നിന്ന പല പ്രാർത്ഥനകളും, സ്വയത്തിൽ നിന്ന ആരാധന, സ്വയത്തിൽ നിന്ന്. ഹലോ, ഇന്ന് രാത്രി ആത്മാവിനോട് വ്യക്തമായി സംസാരിക്കാൻ പറയുന്നു. സ്വയം പൊട്ടണം. സ്വയമല്ല. സ്വയത്തിൽ നിന്നുള്ള പ്രാർത്ഥന പൊട്ടണം. എല്ലാവർക്കും ഈ ദൂതൊന്നും പിടികിട്ടത്തില്ല, എല്ലാവർക്കും ഈ ദൂത് ഇഷ്ടപ്പെടത്തില്ല. സ്വത്രം എനിക്കത് അറിയാം. ഇന്ന് രാത്രി എനിക്കത് വിഷയമേ അല്ല. ഇന്ന് രാത്രി സ്വത്രം ഏറ്റെടുക്കാൻ ഒരാളുണ്ടോ? ഇന്ന് തിരുത്താൻ ഒരാളുണ്ടോ?
ദൈവത്തിന് അത് മതി. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി എല്ലാത്തിനും ചുമന്നോളാന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. മടങ്ങി വരുന്നവനെ, മടങ്ങി വരുന്നവനെ ആകാശത്തോട് നോക്കിയിരുന്നാ മതി. ഇപ്പൊ വരും. തിരുത്തേണ്ടതിനെ തിരുത്താതെ, പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാതെ ഒരു അനുഗ്രഹവും നിങ്ങളുടെ വീട്ടിനകത്ത് തുറന്നു വരത്തില്ല. കുടുംബജീവിതം ക്രമപ്പെടുത്താതെ ഇന്ന് രാത്രി ഒരു അനുഗ്രഹം നിങ്ങൾ കൂടാത്തി വെളിപ്പെടത്തില്ല. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നോ, ഞാൻ എന്തോ ആണെന്നോ, ഞാൻ വലിയ പ്രാർത്ഥനാവീരനാണെന്നോ ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉടച്ചു കളഞ്ഞേക്കണം. പ്രാർത്ഥനയുടെ കരുത്തുകൊണ്ടൊന്നും അല്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മോട് തോന്നിയ മനസ്സലിവ ഈ രാത്രി നിൽക്കുന്നേ. ദൈവത്തിന് നമ്മോട് തോന്നിയ കരുണയാ നിൽക്കുന്നേ. ഏതോ കയറിനകത്ത് ഒതുങ്ങിപ്പോകേണ്ട ഈ ലിജു പാസ്റ്ററെ, അതുപോലെ കത്തിക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ട ലിജു പാസ്റ്ററെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത് ദൈവത്തിന്റെ മഹാകരുണയോ. ഇന്ന് രാത്രി പ്രശംസിക്കാനൊന്നുമില്ല, പുകയാനൊന്നുമില്ല. രാത്രി പറയണം, കർത്താവേ ഒരു താഴ്മ വേണം സഹോദരങ്ങൾ, നമുക്കൊരു താഴ്മ വേണം. ഞാനൊരു അനുഭവം പറയാം. സ്തോത്രം. നിങ്ങൾ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഒരു സഹോദരിയോട് ദൂത് പറയാൻ എന്റെ അകത്ത് ദൈവാത്മാവ് ദൂത് പകർന്നത്, ഒരു സന്ദേശം പകർന്നത്. അവരാ സമയത്ത് വിദേശത്ത് പോകാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന സമയമാണ്. ചർച്ചയിൽ വന്നപ്പോ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ആത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് വിദേശ യാത്ര ഇപ്പൊ ചെയ്യാൻ കഴിയില്ല. ഈ യാത്ര നിങ്ങൾ ചെയ്യരുത്. ഇത് ദൈവനിയോഗമുള്ള യാത്രയല്ല, ദൈവനിയോഗമുള്ള യാത്രയല്ല. ആ പുള്ളിക്കാരി പറഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദരി ഞാൻ പറഞ്ഞത് ഈ പരസ്യമായി ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വിഷമം വല്ലതും ഉണ്ടോ? ഒരു വിഷമവും ഇല്ല മാസ്റ്ററെ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ മാറി നിന്ന് വേറൊരാളോട് എന്റെ കുറ്റം പറഞ്ഞു. എന്റെ കുറ്റം, ഈ ദൈവത്തിന് നീതിയുണ്ട്. എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ ചെവി ഇതെല്ലാം കൊണ്ടുവരും. ഞാൻ ഈ വീട്ടിനകത്ത് ഇരുന്നാ മതി, ഈ റൂമിനകത്ത് ഇരുന്നാ മതി, എന്റെ കാതുകൾക്കകത്ത് വെറുതെ അല്ല ദൈവമക്കളെ, കണ്ണുനീരൊഴുക്കുന്നവനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും ദൈവം അത് കാതി കേൾപ്പിക്കും. പകവിട്ടാനൊന്നും അല്ല, പ്രാർത്ഥിക്കുന്നവൻ ചില അറിയും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവൻ ചില അറിയും. എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു. പാസ്റ്റർ എന്നെ ഒത്തിരി വേദനിപ്പിച്ചു, എന്റെ ഹൃദയം മുറിപ്പെടുത്തി. കാരണം ഞാൻ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ യാത്ര എനിക്ക് തുറന്നു കിട്ടിയത്. എന്നോട് ഇന്നൊരു ദൈവാസം പറഞ്ഞു, ഇതൊരു ദൈവഹിതമാണ്. ഞാൻ പ്രശസ്തമായ ദൈവാസന്റെ പേരൊന്നും പറയുന്നില്ല. ദൈവാസം പറഞ്ഞു, സ്വത്രമല്ലൂയ, ദൈവഹിതമാ സഹോദരി, ഈ വഴി ദൈവഹിതമാ. രണ്ടും കൽപ്പിച്ച് കൈ കൊടുത്തു. അങ്ങനെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് കൈ കൊടുത്തു. ഇതൊക്കെ ദൈവഹിതോ. സ്വത്രം. അപ്പോ ആ ദൈവാസം പറഞ്ഞപ്പോ ദൈവഹിതമായി. ഞാൻ പറഞ്ഞപ്പോ പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തോയി, എന്റെ ദൂത്, എന്നെ കൽപ്പിച്ച ദൂത് പൈശാചികമായി. സ്വത്രം. എനിക്കെന്നെ സങ്കടം തോന്നി. കേട്ടപ്പോ എന്റെ ഉള്ളിൽ സങ്കടം തോന്നി. കർത്താവേ, നീ അങ്ങ് പറഞ്ഞിട്ടല്ലയോ പറഞ്ഞു, അങ്ങ് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു. ഇന്നും ദൈവകൃപയാൽ മുഖം നോക്കാതാ പറയുന്നത്. ഞാൻ എന്തോ ആണെങ്കിലും എനിക്ക് ആരുടെ പൈസ മേടിച്ചുള്ള പരിപാടി വേണ്ട. എന്ത് കർത്താവ് തരുന്നോ അത് അതുപോലെ പറയും, അത് മുഖത്ത് നോക്കി പറയും. സ്തോത്രം. ഈ പുള്ളിക്കാരി പറഞ്ഞപ്പോ എനിക്കങ്ങ് സങ്കടമായി. ഭയങ്കര സങ്കടമായി. ഞാൻ എങ്കിലും കർത്താവേ അങ്ങ് പറഞ്ഞിട്ടല്ലയോ, ഞാൻ ഇനി അബദ്ധം വല്ലോ എന്നോ പറഞ്ഞത്. ഞാനതങ്ങ് വിട്ടു. ഞാൻ വിട്ടു. പിറ്റേ ആഴ്ച ചിലപ്പോ ചർച്ച ചെയ്തിട്ട് ഇന്ന് പുള്ളിക്കാരി സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ ദൈവഗീതമാണെങ്കിൽ 28-ാം തീയതി തന്നെ ഞാൻ വിദേശത്തെത്തിയിരിക്കും. 28-ാം തീയതിക്കുള്ളിൽ ഞാൻ വിദേശത്തെത്തിയിരിക്കും. പക്ഷെ ദൈവകൃപയാൽ പറയട്ടെ, അവർക്ക് 28-ാം തീയതിക്ക് മുമ്പ് വഴി തുറന്നു. അവര് 28-ാം തീയതിക്ക് മുമ്പ് വഴി തുറന്നു. അവരെന്ത് ചെയ്തു? ചർച്ചിനകത്തൊരു ചലഞ്ച് പോലെ എന്നോട് പറഞ്ഞു, ആരും എതിർത്താലും ഇല്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു, അതുകൊണ്ട് ഞാൻ പോവുക. അവര് പോയി. ഞാനൊരു പദം പറയാം, ദൈവം വെറുതെ ഒന്നും പറയത്തില്ല, വെറുതെ ഒന്നും പറയത്തില്ല.
ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ദൈവാത്മാനോട് പറഞ്ഞ ഒറ്റ പദവിത, നിങ്ങളെ കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനാ, ശുശ്രൂഷ ചെയ്യാനാ ദൈവം നിങ്ങൾ കണ്ടേക്കുന്നത്. ആ ഒരു തലത്തിലേക്ക്, നിയോഗത്തിലേക്ക് നിങ്ങൾ കയറി നിന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവും. ഇത് പറഞ്ഞ് ഞാൻ വിട്ടത്. പക്ഷെ ഇവിടുന്ന് പുള്ളിക്കാരി വിദേശത്ത് പോയി. 2 മാസം നാട്ടിൽ വന്നു. ഇപ്പൊ നാട്ടിലുണ്ട് പോയി. ഞാനീ പറഞ്ഞു അതിന്റെ ആഴം പറയാം. ദൈവം ചിലത് പറയും, പിശാചും ചിലത് പറയും. ദൈവികമായി തിരിച്ചറിയണമെങ്കിൽ ആത്മീകമായ ഒരു ശക്തി അകത്ത് ആവശ്യമായിട്ടുണ്ട്. ഒരു കാഴ്ചപ്പാടകത്ത് വേണം. അകത്തകത്തെ ഒരു വിവേചനപരം പ്രാപിക്കണം. ദൈവികമായതിനെ തിരിച്ചറിയണം. ഇന്നലെ ഈ കാലഘട്ടത്തിൽ ദൈവികമല്ലാത്ത ഒത്തിരി പ്രവചനങ്ങൾ വെളി വരുന്നുണ്ട്, ഒത്തിരി ദൂത് വരുന്നുണ്ട്. പാപം ചെയ്തിട്ടും തമ്മി തല്ലിയിട്ടും ചർച്ച കയറി വന്നവരെ നോക്കി പറയുന്ന ദൂത്, സ്തോത്രം, കണ്ടോ നിന്നെ മുദ്രമോതിരമാക്കാൻ പോവുക. രാവിലെ മുഴുവൻ വീട്ടിൽ കിടന്ന് അന്യായ ചെറിവിളി നടത്തിയിട്ട് ചർച്ചിനകത്ത് കയറി വന്നപ്പോൾ ആത്മാവ് ദൂത് പറഞ്ഞു എന്ന് പറയുന്ന ദൂത് എന്തെന്നറിയാമോ? ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് കാര്യം പറഞ്ഞ്, ദൂഷണമല്ല. അടിയുണ്ടാക്കിയിട്ട് കയറി വന്നവനെ നോക്കി പറയുന്നു നിന്നെ മുദ്രമോതിരമാക്കാൻ പോവുക. നിന്നെ പരിഹസിച്ചവന്റെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. സ്തോത്രം. ഞാനും ആ ദൂത് പറഞ്ഞു, പക്ഷേ അതിന്റെ ക്ലോസും കൂടെ പറഞ്ഞിട്ടേ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കത്തുള്ളൂ. ഹലോ, രാത്രിയിൽ അതിന്റെ കാര്യം ഒന്നും അറിയാൻ വെച്ചാ ഡെന്നിച്ച, നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പോവും. നിലനിൽപ്പാ നോക്കുന്നേ, നിലനിൽപ്പാ. ദൈവം ഒരു അടിസ്ഥാനം ഒരാൾക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മറ്റൊരടിസ്ഥാനം വന്നാൽ അത് തകരും. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഇട്ട അടിസ്ഥാനത്തിനകത്ത്, ദൈവം വെച്ച വാറ്റത്വത്തിനകത്ത് മാനുഷികമായ വാറ്റത്വം കയറുമ്പോൾ, മാനുഷികമായ ദൂത് കയറുമ്പോൾ ഈ ദൈവം ഇട്ട അടിസ്ഥാനത്തിൽ ഇതങ്ങ് ഇളക്കി മറിക്കും. സ്തോത്രം. പിന്നെ അയ്യോ ഒത്തോന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലി അറിയാണ്ടേ അയ്യോ അങ്ങനെ ചെയ്യോ? ഒട്ടുമിക്ക നിലവിളിയുടെ ആഴം ഞാൻ പറയാം. ഒട്ടുമിക്ക നിലവിളിയുടെ ആഴം എന്ന് പറഞ്ഞാല് മാനുഷികമായ തലങ്ങൾ കേട്ട് എന്ത് ചെയ്യുക? എടുത്തിയാട്ടോ നമ്മുടെ പ്രശ്നം. എടുത്തിയാട്ടോ കേൾക്കുന്നതിന് മുമ്പ് ചാടിയങ്ങ്. ശരിക്കും ഓരോ ദൂതിനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദൂതിനകത്തും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനകത്ത് കാത്തിരുന്ന് ദൈവത്തിന് കൊള്ള എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛാ, എനിക്ക് ദൈവം കാറ് തരണമെങ്കിൽ കാറിനകത്ത് എണ്ണ അടിക്കാനുള്ള സോഴ്സ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് ദൈവത്തിന് അത് തരാൻ, അത് ദൈവം തന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? കാറിന്റെ ചാവി എന്റെ ഈ തരത്തുള്ളൂ. എന്റെ ദൈവം കാറ് എന്ന് വെച്ച് കടക്കാരനാക്കുന്ന ദൈവമല്ല. പറഞ്ഞേ, കാറ് എന്ന് വെച്ച് കാറിനകത്ത് എണ്ണ അടിക്കാൻ ഞാൻ കടം മേടിക്കാൻ പോവുക? ഹലോ, ഇന്ന് രാത്രി അങ്ങനല്ല എന്റെ ദൈവം. നിനക്ക് വേണ്ടത് കരുതി വെച്ചിട്ടാ ഇന്ന് രാത്രി നിനക്കുള്ള വഴി തുറക്കുന്നത്. ഇന്ന് രാത്രി എന്റെ അകത്ത് ദൈവം തന്ന നിയോഗവും എന്റെ അകത്ത് തന്ന കാഴ്ചപ്പാട് ഇതാ. നിനക്കൊരു കരുതൽ ഒരുക്കി വെച്ചിട്ടാ ദൈവം തുറക്കുന്നത്. ഇന്ന് രാത്രി അങ്ങനെ മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. അങ്ങനെ ലബീൻ ആന്റി, എനിക്കിപ്പം എണ്ണ അടിക്കാൻ നിവൃത്തിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ദൈവം അതിനുള്ള സോഴ്സ് തുറന്നിട്ട് ദൈവം പറയും, എടാ ഇതാ നീ വെച്ചോ, ഈ ഗിഫ്റ്റ് നീ വെച്ചോ, ഇത് ഞാൻ നിനക്ക് തരിക. അതിനകത്ത് പ്രത്യേകത അറിയാമോ? അതിനകത്ത് അങ്ങനെ വരുമ്പോൾ പ്രത്യേകത, ദൈവം തരുന്നതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ക്ലിയർ ആയിരിക്കും ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എപ്പോഴും. അല്ലാതെ മുറിയല്ല. അച്ഛൻ ഫ്രിഡ്ജ് മേടിച്ചു, അച്ഛൻ ഫ്രിഡ്ജ് മേടിച്ചപ്പോ അവര് പറഞ്ഞു, സ്തോത്രം, ഒരു കാര്യം ചെയ്യും, അടിയിലെ ഈ പണ്ടത്തെ ഇപ്പോഴത്തെ ഫ്രിഡ്ജിനകത്തില്ലെങ്കിലും ഈ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ഇപ്പോഴത്തെ ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ ഫ്രിഡ്ജ് നോക്കുമ്പോൾ അകത്ത് ഒരു ഷെൽഫ് പോലുണ്ട്. അവര് പറയാ, ഈ ഫ്രിഡ്ജ് അച്ഛൻ കൊണ്ടുവെക്കോ, ഷെൽഫ് ഇനി അടുത്ത പ്രാവശ്യം തരാന്ന് പറഞ്ഞാലോ? ഫ്രിഡ്ജ് കൊണ്ടുവെക്കോ, ഷെൽഫ് അടുത്ത പ്രാവശ്യം തരാം. അച്ഛൻ എന്തോ പറയും? നമ്മൾ കേൾക്കുന്ന പല ദൂതിന്റെ ക്ലാരിറ്റിയാണ് പറഞ്ഞേ. ഫ്രിഡ്ജ് തരും, പക്ഷെ ഷെൽഫില്ല.
സ്തോത്രം. പോട്ടെ, അലവെച്ച അലമാരി വാങ്ങിച്ചു. അലമാരി വീട്ടിൽ കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞു താക്കോൽ അടുത്ത പ്രാവശ്യം തരാന്ന്. താക്കോല് അച്ഛാ ഒരു സാധനം വരുമ്പോ ആദ്യം തരുന്നത് എന്തുവാ പറഞ്ഞേ? അലമാരിയുടെ താക്കോല് തരും. തരത്തില്ലയോ? താക്കോല് തന്നാൽ അലമാരി വന്നോളും. താക്കോല് കയ്യിലുണ്ടോ അലമാരി വന്നോളും. ഇതിനകത്ത് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അച്ഛാ വീട് പണിതിട്ട് സ്വത്രം വലിയ പൂട്ടൊക്കെ വെച്ചിട്ട് താക്കോല് കയ്യിൽ പോകും. താക്കോല് അല്ലേ ആദ്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ആ താക്കോല് കൊണ്ടല്ലേ നമ്മൾ ആദ്യമായിട്ട് വീട് തുറക്കുന്നേ. പറഞ്ഞേ, ഇന്ന് രാത്രിയിൽ ആ ഒരു വെളിപ്പാടകത്തുണ്ടെങ്കിൽ, ആ ഒരു കാഴ്ചപ്പാടകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വാഴ്ത്തത്വത്തെ അങ്ങനെ കാണ്. ഇന്ന് രാത്രി എന്റെ ദൈവം തരുന്നതിനകത്ത് പൂർണ്ണതയുണ്ട്. എന്റെ ദൈവം തരുന്നതിനകത്ത് ഘടകസിയാതന. ഇന്ന് രാത്രിയിൽ ഞാനൊരു പദം പറയാം. ആശയ്ക്ക് എല്ലായിടത്തും വിജയിക്കാൻ പറ്റി, പക്ഷെ ഒരു പരാജയം. ഇന്ന് രാത്രി നമ്മുടെ ലൈഫിനകത്ത് അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അച്ഛാ നമ്മൾ എത്ര വിജയിച്ചു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വിജയിച്ച നമ്മൾ എത്ര യുദ്ധം ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എത്ര യുദ്ധം നേരിട്ടാലും നമ്മുടെ ചുറ്റുമതിൽ ഉറപ്പുള്ളതാണോ എന്ന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ഇന്ന് രാത്രി അച്ഛാ ജനിച്ച നമ്മൾ യുദ്ധം ചെയ്തു എന്നുള്ളതല്ല. യുദ്ധം വന്നുകൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ഉറപ്പുള്ളതായിരിക്കണം. ഉറപ്പുള്ളതായിരിക്കണം. ഒരു പഴുത് വന്നാൽ പിശാച് മറിച്ച് കളയും. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആശയ്ക്ക് പറ്റിയ ഒറ്റ പഴുത് അവനെല്ലാം നീക്കം ചെയ്തെങ്കിലും അതിന് വേറെ അറച്ചില്ല. വേറെ അവിടെ ഇരുന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ബിൽഡിങ്ങിന്റെ മേളിൽ ആല് വളരുന്നുണ്ടോ? ആല്. സ്തോത്രം. ഈ ബിൽഡിങ്ങിന് ഇത്രയും പൊക്കത്തില് ഈ ആല് വളരുമ്പോ അത് എത്ര വെട്ടിക്കളഞ്ഞാലും അത് പിന്നെയും പൊട്ടിക്കിളിക്കും. പക്ഷെ അതിനെ വേറെ പിടിതെടുത്ത് കളയാൻ പറ്റുമെങ്കിൽ അത് പിന്നെ അവിടെ കിളിക്കത്തില്ല, അതിനൊരു വളർച്ച ഉണ്ടാവത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ ആ സന്ദേശം കൈമാറുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ റിസീവ് ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ ചില വേരോടെ പിടിതെറിയാൻ പോവുക. ഇന്ന് രാത്രി വേരോടെ. ഞാൻ നിർത്തി ഒരു 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛാ ആശയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ആശ പ്രാർത്ഥിച്ചപ്പോൾ യുദ്ധത്തിനകത്ത് യുദ്ധം ചെയ്യാൻ പാകത്തിന് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവം യുദ്ധം ചെയ്യുക ആശയ്ക്ക് വേണ്ടി. ഓക്കെ, അങ്ങനെ ഒരു മനുഷ്യൻ അപ്പുറത്തുണ്ട്. തലമുറ ഇങ്ങോട്ട് കഴിഞ്ഞു വന്നപ്പോൾ യഹോശാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അവൻ ആരാധിച്ചപ്പോൾ ദൈവം അവനോട് യുദ്ധം ചെയ്തു. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ഇന്ന് രാത്രി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇന്ന് രാത്രി ദൂത് കൈമാറുമ്പോൾ ഇന്ന് രാത്രി പറയണം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥനയ്ക്ക് തിറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നീക്കേണ്ടതിനെ നീക്കണം. ഇന്ന് രാത്രി നിങ്ങൾ കൈയടിക്കുന്നതോ നിങ്ങളൊക്കെ സ്വത്രം പറയുന്നതൊന്നും അല്ല എന്റെ വിഷയം. ഇന്ന് രാത്രി നീക്കിക്കളയേണ്ടതിന് നീക്കിക്കളയാതെ എത്ര ആരാധിച്ചാലും, എത്ര ബിൽഡിങ് പൊക്കി കെട്ടിയാലും അച്ഛാ തകരും. നീക്കേണ്ടതിനെ നീക്കാതെ എത്ര പൊക്കിയാലും വീഴേണ്ടത് വീഴും. പക്ഷെ ഇന്ന് രാത്രി വേണ്ടത് ഒരു ഉറപ്പാ. അടിസ്ഥാനം ഉറപ്പുള്ളതാണോ? ശബാര അച്ഛനാദിവസി. പക്ഷേ ഞാൻ പറയുമ്പോ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം പറയാം. ഇവരുണ്ട് ചില വൃക്ഷങ്ങളുടെ വേര് അടിത്തറയ്ക്കകത്തേക്ക് കയറിപ്പോവും, ചില മതിലിനകത്തേക്ക് കയറിപ്പോവും. കുറെ കഴിയുമ്പോൾ ഈ മതിലിങ്ങനെ ചാഞ്ഞ് വരുന്ന കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ മതിലിങ്ങനെ ചരിയുന്ന കാണാം. പലപ്പോഴും നമ്മൾ എനിക്ക് എന്താ ഈ മതിലിങ്ങനെ ചാഞ്ഞു വരുന്നേ? കെട്ടിയപ്പം നേരെയായിരുന്നു. പക്ഷെ ചില വൃക്ഷത്തിന്റെ വേര് കയറിയിട്ട് ഇതിന്റെ അടിത്തറ മുഴുവൻ മറിച്ചു കളയാൻ പാകത്തിന് ഇതിങ്ങനെ ചലിപ്പിക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ല ഇത്. ഇതിങ്ങനെ നാളുകളായി ഇതിനകത്ത് ഇന്ന് വളരാൻ തുടങ്ങും.
ഇതിനകത്തിരുന്ന് നിങ്ങൾ ഇടിച്ചു കളയാൻ തുടങ്ങും, നിങ്ങളെ മറിച്ചിടാൻ നോക്കും. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിങ്ങളെ മറിച്ചു കളയുന്ന ചില പൈശാചിക തലങ്ങളെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് റബാല ഹത്തരാധനാധന കുടവരവ ശബ്ദരാധനാധന ഇടപ്രബോധന. യെസ്, എന്തു വേണം? ചിലതിനെ നമ്മളെ മറിച്ച് കളയുന്ന ചിലതിനെ ഇന്ന് രാത്രി ജയിക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രി ഞാൻ നൂതിൽ ഒരു അറ്റം പോലും തൊട്ടിട്ടില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് വേണ്ടി. ശബ്ദമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എനിക്കൊന്നറിയാം, ദൈവം ചിലരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതിനോട് ഒരു മറുപടി ഉണ്ട്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നവളായിരിക്കാം, മറുപടി കണ്ടവനായിരിക്കാം. പക്ഷെ നീക്കേണ്ടതിനെ നീക്കാതിരുന്നാൽ എല്ലാ കാലവും ഈ മറുപടി കിട്ടത്തില്ല. ആശ്രയത്തെ തെറ്റെന്ന് അറിയാമോ? ദൈവത്തെ അന്വേഷിച്ചില്ല. ദൈവാലയത്തിനകത്ത് ഭണ്ഡാരത്തിനകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മറ്റൊരു രാജാവിനടുക്കെ പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ സഹായിക്കണം. ദൈവത്തോട് സഹായം ചോദിക്കേണ്ടവൻ മനുഷ്യന്റെ മുമ്പിൽ പോയി കൈനീട്ടിയപ്പോ ദൈവത്തിന് സഹിച്ചില്ല. ഇന്നലെ വരെ എന്നോട് സഹായം ചോദിച്ചവൻ നോക്കിയേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി കൈനീട്ടി നിൽക്കുന്ന കണ്ടോ? പ്രബല ഹത്തനാഥന. അവിടെ കൊണ്ട് തീർന്നില്ല, അവന്റെ കാലിന് ദീനം പിടിച്ചു. അവൻ ആദ്യം അന്വേഷിച്ചത് ദൈവത്തെ അല്ല, വൈദ്യന്മാരെ അന്വേഷിച്ചു. ഇന്നലെ വരെ ഒരു പ്രോബ്ലം വന്നപ്പോ ദൈവം വേണമായിരുന്നു, ഇന്നലെ ഒരു പ്രശ്നം വന്നപ്പോ ദൈവം വേണമായിരുന്നു. ഇപ്പൊ വളർന്നു എന്ന് ചിന്തിച്ചപ്പോ അകത്തളത്തിലെ തോന്നൽ, ഞാൻ എന്തോ ആയി, ഞാൻ വളർന്നുപോയി എന്ന് ചിന്ത വന്നപ്പോ, എന്നെ ജയിക്കാൻ ആർക്ക് കഴിയില്ല എന്നൊരു ചിന്ത വന്നപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി തകരുന്നവനായിട്ടല്ല, ബന്ധത്തിലേക്ക് മടങ്ങി വാ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ആത്മീക ആരാധനയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരാൻ തയ്യാറായാൽ ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന വിടുതലുകൾ. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവ് 2 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം വായിച്ചാൽ മനസ്സിലാകും. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ഒറ്റ ദൂതൻ ഇറങ്ങി 1,85,000 പേരെ വെട്ടി. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോത്രം പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. നീ വെട്ടാൻ പോകണ്ട, നീ ആർക്ക് നേരെ കുന്തു വാങ്ങണ്ട. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൂതന്മാരെ നീ വായിക്കും. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇന്ന് രാത്രി യഹോവ ഇറങ്ങും, സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങും. പ്രബോധന, നിന്റെ അഭിഷേകത്തെ തിരിച്ചറിയ, നിന്റെ അധികാരത്തെ തിരിച്ചറിയ. ഇന്ന് രാത്രി യഹോവയെ അന്വേഷിക്കുക. ദൈവത്തിന് ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ശത്രുക്കളുടെ മുമ്പിൽ ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ദാവീദിനെ എന്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് അറിയാമോ? മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിച്ച് നിൽക്കുമ്പോഴും അവരുടെ മുമ്പിൽ ചെന്ന് ദൈവത്തെ ഉയർത്തിയ ഒരുവനുണ്ട്, അവനാ ദാവീദ്. ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ദൈവത്തിന്റെ മുമ്പാകെ നീ ഒന്നുമല്ല. ഇന്ന് രാത്രി ഞാൻ പദം പറയും കേട്ടോ, ദൈവത്തെ കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ ഉയർത്താൻ നിനക്കൊരു ഭാഗ്യം കിട്ടിയാൽ ഇന്ന് രാത്രി നീ വിട്ടുകളയരുത്. ദൈവത്തെ ഉയർത്തുക, നിന്റെ ലൈഫ് തിരിയും. ഇന്ന് രാത്രി തിരിവ് സംഭവിക്കും. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും കണ്ണു നിമിഷം അടഞ്ഞേ. രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എനിക്കറിയാം കർത്താവിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലതിനകത്തിരിപ്പുണ്ട്, ഒരു ശബ്ദം കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലതിനകത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തോട് പറപ്പാ, എന്നോട് സംസാരിക്കണം. ഞാൻ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥന മറുപടികൾ ഇന്നും വെളിപ്പെടാതെ കിടപ്പുണ്ട്. എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരണേ കർത്താവ് ഈ രാത്രി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, സംഭവിക്കും. ഈ രാത്രി സംഭവിക്കും. ഇതുവരെ മുടക്കിയ വിഷയത്തെ ഇനി മുടക്കിയിടാൻ പറ്റത്തില്ല. വചനം ഇടപെടും, ദൈവം ഇടപെടും. ഇന്ന് രാത്രി ആത്മാവ് ആ വാക്ക് പറയുന്നു, ദൈവം ഇടപെടും. യെസ്,
ഒന്ന് വിട്ടുകൊടുത്ത് ഇന്ന് രാത്രി, ഒന്ന് വിട്ടുകൊടുത്ത് ദൈവകരത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് ഇന്ന് രാത്രിയത്തോട് പറ, അപ്പൊ ഒരു കണ്ണുനീർ തുള്ളിയെങ്കിൽ ദേശം നീ വീഴ്ത്താൻ കഴിയുന്നവർ, എനിക്ക് ആ ബന്ധം വേണം കർത്താവേ. ആശയെ പോലെ തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം മോശമായി പോയതുപോലെയല്ല. എന്റെ തുടക്കവും എന്റെ ഒടുക്കവും അത് അങ്ങ് നിയന്ത്രിക്കുന്നത് പോലെ ആയിരിക്കണം. എന്റെ തുടക്കം മാത്രമല്ല മനോഹരം, എന്റെ ഒടുക്കവും എന്റെ അന്ത്യവും മനോഹരമായിരിക്കണം. ഇതിനകത്ത് എത്ര പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ. എന്റെ തുടക്കം മാത്രമല്ല, അച്ഛന്മാർ പലരും തുടക്കം നന്നായിരുന്നു, പക്ഷെ ഒടുക്കം പരാജയപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചത് കൊണ്ട് എന്റെ തലമുറ പരാജയപ്പെടത്തില്ല. എന്റെ തലമുറയും ഈ ലോകത്തെ ജയിക്കും, ഈ ലോകത്തെ ജയിക്കും, ഈ ലോകത്തെ ജയിക്കും. ഇന്ന് രാത്രി എത്ര പേർ അകത്ത് അത് വിശ്വസിക്കുന്നു? ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാ. ഇന്ന് രാത്രി എന്നെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ജയിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി പരാജയങ്ങൾ ഒത്തിരി ഏറ്റുവാങ്ങി, പരിഹാസങ്ങൾ നിന്നകൾ ഒത്തിരി ഏറ്റുവാങ്ങി. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങണം, എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങണം. ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടെങ്കിൽ ശതരാധനാഥന ചില ശുശ്രൂഷകളുടെ തലങ്ങൾ ഇന്ന് രാത്രി മാറും. വിശ്വസിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റ് മുൻവിധികളൊക്കെ ഒന്ന് മാറ്റി ഇന്ന് രാത്രി പരിശുദ്ധാത്മ ചില തൊടാൻ പോവുക. ബന്ധം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം സ്വയത്തിനകത്ത് നിൽക്കുക. ആരാധിക്കുന്നുണ്ട്, പക്ഷെ മറുപടിയില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, മറുപടിയില്ല. ഇന്ന് രാത്രി ചില വേലിക്കെട്ടുകൾ പൊളിയട്ടെ, ചില അതിരുകൾ ഇന്ന് രാത്രി പൊളിയട്ടെ. സൗമ്യനി പ്രാർത്ഥിക്കുക. പറപ്പോ ഞാനും അങ്ങോട്ടുള്ള ബന്ധം രാത്രി മടങ്ങി വരട്ടെ. ബന്ധം നന്നായാൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയും. ബന്ധം നന്നായാൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയും. യെസ്, ബന്ധം നന്നായാൽ ഒരു സ്വസ്ഥത കൊതിക്കുന്നവരിനകത്തുണ്ട്. സ്വസ്ഥത. ദൈവത്തിന്റെ കരങ്ങൾ ഒരു വിഷയത്തെ കൊടുത്തവര് സ്വസ്ഥതയുണ്ട്. സ്വസ്ഥത. ഇന്ന് രാത്രി സ്വസ്ഥത. ദൈവം നിന്റെ വിഷയം ഏറ്റെടുത്താൽ ഇന്ന് രാത്രി ഒരു സ്വസ്ഥത ചലിക്കും. എന്താ ദൈവികമാണെന്നുള്ളതിന്റെ ഉറപ്പ്? ഒരു സ്വസ്ഥത. ദൈവികമായ വഴിക്കകത്തൊരു സ്വസ്ഥതയുണ്ട്. ദൈവികമായ വഴിക്കകത്തൊരു വിശ്രമമുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങേ വേണം. ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി വരുത്തണം ആ ബന്ധത്തിലേക്ക്. തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരണം. മഹത്വം മുഴുവൻ അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശബ്ദത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുറന്നേരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം വെച്ചത് കർത്താദാസ്യവും നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.